ഗുരു ആ മന്ദിരത്തിലേക്ക് വരികയും അദ്ദേഹത്തോടൊപ്പം ബോധാനന്ദ സ്വാമികൾ, സത്യവ്രത സ്വാമികൾ, സി വി കുഞ്ഞിരാമൻ, സഹോദരൻ അയ്യപ്പൻ, എൻ കുമാരൻ ഇവരൊക്കെ ഗുരുവിനോടൊപ്പവും അവിടെ ഉണ്ടായിരുന്നു. അവർ തമ്മിലാണ് അന്ന് നടന്ന സംഭാഷണത്തിൻ്റെ ശതാബ്ദി ഓർക്കാനാണ് നാം ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഇന്ത്യയിലെ രണ്ട് മഹാത്മാക്കളാണ് ഗാന്ധിയും ഗുരുവുമെന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അവർ തമ്മിൽ ഗുരുവിനെ കാണാൻ അതിനു മുമ്പും ധാരാളം പേർ വന്നിട്ടുണ്ട്. രവീന്ദ്രനാഥ ടാഗോർ വന്നിട്ടുണ്ട്. അതുപോലെ സി എഫ് ആൻഡ്രൂസിനെ പോലെയും റൊമേൻ റോളിനെ പോലെയുമുള്ള ആളുകളൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് എഴുതുകയും ലോകത്തിൻ്റെ മുമ്പിൽ ഗുരുവിനെ പല നിലകളിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ലോകാരാധ്യരായ ഒരുപാട് പേർ ഗുരുവിനെക്കുറിച്ച് എഴുതുകയോ വന്നു കാണുകയോ ഒക്കെ ചെയ്തതിന് ശേഷം എന്തുകൊണ്ടാണ് ഗാന്ധിയും ഗുരുവും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ശതാബ്ദി പ്രധാനമായി തീരുന്നത്? DYFI 100 സമ്മേളനങ്ങളിലൂടെ ഈ ശതാബ്ദിയെ അർത്ഥപൂർണമാക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഉയർത്തുമ്പോഴാണ് വാസ്തവത്തിൽ വെറുമൊരു സംഭാഷണം എന്നതിനപ്പുറം കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ജീവിതത്തെ നിർണയിച്ച രണ്ട് മഹാമനീഷികൾക്കിടയിലുള്ള സംഭാഷണം എന്നതിനപ്പുറം ഒരുപക്ഷെ ചരിത്രപരമായി വളരെ യുഗനിർണായകമായ സ്വാധീനമുള്ള ഒന്നായി ആ സംഭാഷണം മാറിത്തീർന്നു എന്നതിൻ്റെ പ്രാധാന്യം നമുക്കപ്പോഴാണ് മനസ്സിലാവുക. വെറുമൊരു സംഭാഷണമല്ല, വളരെ ദീർഘമല്ല. ഇപ്പം നമ്പ്യാതിരിയുമായി ഗാന്ധി നടത്തിയ സംഭാഷണത്തിൻ്റെ രേഖ വായിച്ചാൽ വൈക്കം സത്യാഗ്രഹ രേഖകൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകത്തിൽ ഏതാണ്ട് 20-ലധികം പുറങ്ങൾ ഗാന്ധിയും നമ്പ്യാതിരിയും ഉൾപ്പെടുന്ന ആ സംഭാഷണം നമുക്ക് വായിക്കാൻ പറ്റും. വളരെ വിപുലമാണ്. എന്നാൽ ഗുരുവും ഗാന്ധിയുമായിട്ടുള്ള സംഭാഷണമാകട്ടെ അന്നത് പകർത്തി രേഖപ്പെടുത്തിയ കെ ദാമോദരൻ BIയുടെ കുറിപ്പിൽ നിന്നാണ് നമുക്കത് ഇപ്പം ലഭ്യമാകുന്നത്. ആ കുറിപ്പിൽ നോക്കിയാൽ ഏതാണ്ടൊരു 2-3 പേജുകളിൽ അവസാനിക്കുന്ന താരതമ്യേന ചെറിയ ഒരു കുറിപ്പാണ് അത്. അതിനേക്കാൾ ദീർഘമായ സംഭാഷണം ഗാന്ധിയുടെ പിറ്റേന്നത്തെ വൈക്കത്തെ പ്രസംഗത്തെക്കുറിച്ച്, ഗാന്ധിയുടെ പ്രസംഗത്തെ മുൻനിർത്തി മഠത്തിലെ അന്തേവാസിയുമായി ഗുരു നടത്തിയ സംഭാഷണത്തിൽ അതിനേക്കാൾ ദൈർഘ്യമുള്ള ചർച്ചയുണ്ട്. ആ 2ാം ദിവസത്തെ ചർച്ചയിലാണ് ഗാന്ധിയുടെ വർണ്ണസങ്കല്പത്തിൻ്റെ പരിമിതികളെക്കുറിച്ച് ഗുരു പറയുന്നത്. അങ്ങനെ താരതമ്യേന ചെറിയ ഒരു 2 പേജ് മാത്രം നീളുന്ന ഒരു ചെറിയ സംഭാഷണ ഭാഗം എന്തുകൊണ്ടാണ് നമ്മുടെ ചരിത്രത്തിൽ പ്രധാനമായി തീരുന്നത്? അത് പല നിലകളിലാണ്. ഒന്ന്, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യമാണ്. നിങ്ങൾക്കറിയാം, ഗുരു നേരിട്ട് പങ്കുചേരാൻ ചെന്ന ഒരു സത്യാഗ്രഹ സമരമാണ് വൈക്കം സത്യാഗ്രഹം. ഗുരു നേരിട്ട് ആ നിലയിൽ ഒരു സമരവേദിയിലെത്തുന്നത് മറ്റെവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. വേലൂർ മഠം എന്ന പേരിൽ ഗുരു സ്ഥാപിച്ച വൈക്കത്തെ ശ്രീനാരായണ സമിതിയുടെ, ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെ ഓഫീസ് തന്നെയാണ് വൈക്കം സത്യാഗ്രഹ സമിതിയുടെ ഓഫീസായി പ്രവർത്തിച്ചിരുന്നത്. ഗുരുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ സത്യവ്രത സ്വാമികളെയാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സമരപരിപാടികളുടെ മേൽനോട്ടത്തിനും ആസൂത്രണത്തിനുമായി ഗുരു ചുമതലപ്പെടുത്തിയിരുന്നത്. സത്യാഗ്രഹത്തിനായുള്ള ധനസമാഹരണത്തിന് ശിവഗിരിയിൽ പ്രത്യേകം ഒരു ഹുണ്ടികപ്പെട്ടി സ്ഥാപിക്കുകയും സത്യാഗ്രഹത്തിന് 1000 രൂപ സംഭാവന നൽകുകയും ഒക്കെ ചെയ്യുകയുണ്ടായി ഗുരു. അങ്ങനെ ഒരുപക്ഷെ ഗുരുവിൻ്റെ സവിശേഷമായ ഒരു പങ്കാളിത്തം കൂടിയുണ്ടായ ഒരു സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം ഒരു നിലയിൽ നമ്മുടെ ദേശത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു വഴിത്തിരിവിനെ സൂചിപ്പിക്കുന്നുണ്ട്. അതെന്തെന്ന് വെച്ചാൽ, അക്കാലം വരെ ഏതാണ്ട് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് എന്ന വീക്ഷണത്തിനാണ് പ്രാബല്യമുണ്ടായിരുന്നത്. ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യത്തെ 2-3 പതിറ്റാണ്ടെങ്കിലും ബ്രിട്ടനിൽ നിന്നുള്ള രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്നതിനപ്പുറം സ്വാതന്ത്ര്യത്തെ
സ്വാതന്ത്ര്യമെന്ന സങ്കല്പത്തെ വികസിക്കാൻ അനുവദിക്കാത്തൊരു നിലപാടും നമ്മുടെ ദേശീയ നേതൃത്വം കൈക്കൊണ്ടിരുന്നു. 1915 ഗാന്ധി ഇന്ത്യയിലെത്തുന്ന സമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാവ് ബാലഗംഗാധര തിലകനാണ്. തിലകനാകട്ടെ അദ്ദേഹത്തോടൊപ്പം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃപദവി കൈയാളിയിരുന്ന ലാലാ ലജ്പത് റായിയോ ബിപിൻ ചന്ദ്രപാലോ അരവിന്ദ ഘോഷോ അങ്ങനെയുള്ള ആരെ നോക്കിയാലും അവരെല്ലാം അടിസ്ഥാനപരമായി ഇന്ത്യ എന്ന ആശയത്തെ തന്നെ മതപരമായ ഒരു അതിർത്തിക്കുള്ളിൽ വച്ചാണ് മനസ്സിലാക്കിയിരുന്നത്. ഇപ്പോൾ ബാലഗംഗാധര തിലകൻ എല്ലാ തരത്തിലുള്ള നവോത്ഥാന ശ്രമങ്ങളോടും വൈമുഖ്യമുള്ള ഒരാളായിരുന്നു. ബാലികാ വിവാഹം നിരോധിക്കണം എന്ന വാദഗതിക്ക് അദ്ദേഹം എതിരായിരുന്നു. വിധവാ വിവാഹം അനുവദിക്കണം എന്ന വാദഗതിക്കും അദ്ദേഹം എതിരായിരുന്നു. ജാതിക്കെതിരായിട്ടുള്ള അയിത്തത്തിനെതിരായിട്ടുള്ള നിയമനിർമ്മാണങ്ങളൊക്കെ ഇന്ത്യക്കാരുടെ മതപരമായ വിശ്വാസങ്ങളിൽ കടന്നു കയറാനുള്ള ബ്രിട്ടീഷ് പരിശ്രമങ്ങളാണ് എന്ന് പറയുകയും അതിനെതിരെ അദ്ദേഹം മുഖപ്രസംഗമടക്കം എഴുതുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ യാഥാസ്ഥിതികമായ ഒരു ഹിന്ദുമതമൂല്യം എന്ന് പറയുന്നതിനേക്കാൾ ബ്രാഹ്മണ്യത്തിൻ്റെ അതിയാഥാസ്ഥിതികമായൊരു വിശ്വാസത്തിൻ്റെ നടത്തിപ്പുകാരനായി ഒരു ഭാഗത്ത് നിലകൊണ്ടുകൊണ്ടാണ് തിലകൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വലിയ നേതാവായി ഉയർന്നു വന്നത്. തിലകനോളം കഠിനമായ യാഥാസ്ഥിതികത്വം വച്ചു പുലർത്തിയിട്ടില്ലെങ്കിലും ലാലാ ലജ്പത് റായ് അടക്കമുള്ള ആളുകൾക്കും ഏറിയും കുറഞ്ഞും മതരാഷ്ട്രപരമായൊരു വീക്ഷണമാണ് അന്നുണ്ടായിരുന്നത്. ലാലാ ലജ്പത് റായ് കൊളംബിയ സർവകലാശാലയിൽ ചെന്ന് അംബേദ്കറെ കാണുന്നുണ്ട്. അന്ന് അംബേദ്കർ അവിടെ വിദ്യാർത്ഥിയാണ്. അംബേദ്കറോട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയാകണം എന്ന് ലജ്പത് റായ് പറയുന്ന സമയത്ത് അംബേദ്കർ അദ്ദേഹത്തോട് പറഞ്ഞത്, 2000 കൊല്ലമായി നിങ്ങൾ ഞങ്ങളെ അടിമകളാക്കി വെച്ചിരിക്കുന്നു, അതിൽ നിങ്ങൾക്ക് പ്രയാസമൊന്നും തോന്നിയില്ല. 150 കൊല്ലം ബ്രിട്ടീഷുകാർ നിങ്ങളെ അടിമകളാക്കിയപ്പോൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് തോന്നി. ആ സ്വാതന്ത്ര്യത്തിൽ പങ്കെടുക്കാൻ ഞാൻ എന്തായാലും ഇല്ല എന്ന് കൊളംബിയ സർവകലാശാലയിൽ വെച്ച് ലാലാ ലജ്പത് റായിയോട് അംബേദ്കർ മറുപടി പറയുന്നുണ്ട്. ഇത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ അല്ലെങ്കിൽ ആധുനിക ഇന്ത്യയുടെ സവിശേഷമായ ഒരു പ്രശ്നമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് സ്വാതന്ത്ര്യം എന്നാൽ എന്താണ്? സ്വാതന്ത്ര്യം എന്നത് ബ്രിട്ടീഷുകാരിൽ നിന്ന് മാത്രമായുള്ളൊരു സ്വാതന്ത്ര്യമല്ല. അംബേദ്കർ അത് പിന്നീട് കൃത്യമായി പറയുന്നുണ്ട്. സാമൂഹിക സ്വാതന്ത്ര്യത്തിൻ്റെ അഭാവത്തിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് ഒരർത്ഥവുമില്ല. കാരണം ഇന്ത്യയിലെ കോടാനുകോടി മനുഷ്യരെ അസ്വതന്ത്രമാക്കിയ, ഏറ്റവും ദീർഘകാലം അസ്വതന്ത്രമാക്കിയ, ഒരുപക്ഷെ ഇപ്പോഴും തുടരുന്ന അസ്വാതന്ത്ര്യത്തിൻ്റെ രൂപമാണ് ജാതി വ്യവസ്ഥ. ആ ജാതി ബന്ധങ്ങൾക്കും ജാതി മർദ്ദനങ്ങൾക്കും എതിരെ നിലപാടെടുക്കാതെ ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്നതിനെ സ്വാതന്ത്ര്യമായി കാണുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്ന് അംബേദ്കർ അക്കാലം മുതലേ പറയുന്നുണ്ട്. ഗാന്ധിയുടെ ഒരുപക്ഷെ ഗുരു ഗാന്ധിയെ സ്വാധീനിച്ചതുപോലെ അയിത്തോച്ചാടന സമരത്തിലേക്കും ജാതിയെക്കുറിച്ചുള്ള പുനരാലോചനകളിലേക്കും ഗുരു ഗാന്ധിയെ കൊണ്ടുപോയതുപോലെ മർമ്മസ്പർശിയായ ഒരു വഴിത്തിരിവ് ഗാന്ധിയും അംബേദ്കറും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ നിന്നും ഗാന്ധിക്ക് കൈവരുന്നുണ്ട്. അത് 2ാം വട്ടമേശ സമ്മേളനത്തിന് പുറപ്പെടുന്നതിൻ്റെ തലേന്ന് 1931 ഓഗസ്റ്റ് 14 ഗാന്ധി അംബേദ്കറുമായി കൂടിക്കാണുന്നുണ്ട്. അംബേദ്കർ ഗാന്ധിയെ ചെന്ന് കാണുന്ന സന്ദർഭമാണ്. അംബേദ്കർ ഒരു ദളിത് നേതാവാണ്, അധകൃതർ എന്ന് വിളിക്കപ്പെടുന്ന ജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് എന്ന് ഗാന്ധിക്ക് അറിയുമായിരുന്നില്ല. അദ്ദേഹം കരുതിയിരുന്നത് കീഴാള ജനതയുടെ വിമോചനത്തിൽ തൽപരനായ സവർണ ജാതിയിൽപ്പെട്ട ആരോ ഒരാളാണ് അംബേദ്കർ എന്നാണ് ആ സമയത്ത് ഗാന്ധി കരുതിയിരുന്നത്. ഗാന്ധി അംബേദ്കറുമായി സംസാരിക്കുകയും അംബേദ്കറോട് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള തൻ്റെ ആശയങ്ങളൊക്കെ പങ്കുവയ്ക്കുകയും സംഭാഷണ മധ്യേ താങ്കളുടെ ശ്രമങ്ങൾ നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തും എന്ന് പറയുകയും ചെയ്യുന്നു. അന്ന് അംബേദ്കർ കൂടുതലായിട്ടും ബ്രിട്ടീഷുകാരുമായി സഹകരിക്കാനും കോൺഗ്രസുമായി പലതരത്തിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉയർത്താനും സന്നദ്ധമായി നിൽക്കുന്ന ഒരു കാലമാണ്. അതുകൂടി മനസ്സിൽ വച്ചിട്ടാണ് ഗാന്ധി ഇപ്രകാരം പറയുന്നത്, താങ്കളുടെ ശ്രമങ്ങൾ നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തും, വൈകിപ്പിക്കും എന്ന് പറഞ്ഞു.
ഗാന്ധി നടുങ്ങിപ്പോകുന്നൊരു വാക്യം. അപ്പോൾ അംബേദ്കർ ഗാന്ധിയോട് പറയുന്നുണ്ട്, മിസ്റ്റർ ഗാന്ധി, വി ഡോണ്ട് ഹാവ് എ മദർലാൻഡ്. ഞങ്ങൾക്കൊരു മാതൃരാജ്യമില്ല. ഈ മാതൃരാജ്യം നിങ്ങളുടെയാണ്. അത് അദ്ദേഹം പറഞ്ഞില്ല, ഈ വാക്യം അദ്ദേഹം പറഞ്ഞു. വി ഡോണ്ട് ഹാവ് എ മദർലാൻഡ്. വഴി നടക്കാൻ അവകാശമില്ലാത്തവർക്ക്, കുഞ്ഞുങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കാൻ അവകാശമില്ലാത്തവർക്ക്, കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ അവകാശമില്ലാത്തവർക്ക്, കേരളത്തിലാണെങ്കിൽ പകൽ വെളിച്ചത്തിൽ പുറത്തിറങ്ങി നടന്നാൽ നിഴല് ഭൂമിയിൽ വീഴുമെന്നതുകൊണ്ട് പകൽ വെളിച്ചത്തിൽ ഇറങ്ങി നടക്കാൻ അവകാശമില്ലാത്തവർക്ക് ഏതാണ് മാതൃരാജ്യം? ഈ ചോദ്യം അതിനിശിതമായി ഗാന്ധിയുടെ മുമ്പിൽ ഉയർത്തുന്നത് ഗാന്ധിയുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അംബേദ്കറാണ്. ഏതായാലും 31 പൂന 2ാം വട്ട സമ്മേളനത്തിൽ പങ്കെടുത്ത് കമ്മ്യൂണൽ അവാർഡ് വരുന്നു. അതേ ചൊല്ലി ഗാന്ധി നിരാഹാരം ആരംഭിക്കുന്നു. പൂന ഉടമ്പടി വരുന്നു. പൂന ഉടമ്പടിക്ക് ശേഷം ഐത്തോച്ചാടനത്തെ സുപ്രധാനമായ തൻ്റെ ഒരു രാഷ്ട്രീയ കാര്യപരിപാടിയാക്കി ഗാന്ധി മാറ്റുകയും ചെയ്യുന്നു. ഗാന്ധിയുടെ ജാതിയെക്കുറിച്ചുള്ള വീക്ഷണഗതികളെ മാറ്റുന്ന 2 നിർണായക സന്ദർഭങ്ങൾ, ഒന്ന് വൈക്കം സത്യാഗ്രഹവും മറ്റൊന്ന് അംബേദ്കറുമായുള്ള കൂടിക്കാഴ്ചയുമാണ്. വൈക്കം സത്യാഗ്രഹത്തിന് 921 ടി കെ മാധവൻ തിരുനെൽവേലിയിൽ ചെന്നാണ് ഗാന്ധിയെ കണ്ട് ഗാന്ധി മുമ്പോട്ട് വയ്ക്കുന്ന ഐത്തോച്ചാടനം എന്ന സമരപദ്ധതിയുടെ, സത്യാഗ്രഹ പരിപാടിയുടെ ഒരു രൂപം തന്നെയാണ് തീണ്ടലിനെതിരായ വൈക്കത്ത് ആരംഭിക്കാനിരിക്കുന്ന സമരം എന്ന് അദ്ദേഹത്തെ കണ്ട് സംസാരിച്ച് ബോധ്യപ്പെടുത്തുകയും കാക്കിനഡ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ടി കെ മാധവൻ തന്നെ അതിനു വേണ്ട പ്രമേയം അവതരിപ്പിക്കുകയും അതിന് ഗാന്ധിയുടെ പിന്തുണയൊക്കെ നേടുകയും ചെയ്താണ് 924 മാർച്ച് 30 വൈക്കത്ത് സമരം ആരംഭിക്കുന്നത്. വൈക്കം സമരം അസാധാരണമായ ഒന്നായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. നൂറ്റാണ്ടിലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന 1999 വെള്ളപ്പൊക്കം, കഴിഞ്ഞ നൂറ്റാണ്ടിലെ വലിയ വെള്ളപ്പൊക്കം നടക്കുന്നത് ഈ സമരകാലത്താണ്. വലിയ 1 വർഷക്കാലത്തോളം സമരം നീണ്ടു നിന്നതിന് ശേഷമാണ് ഗാന്ധി ഇവിടെ എത്തുന്നത്. 1924 മാർച്ച് 30 ആരംഭിച്ച സമരം ഏതാണ്ട് 1 വർഷം പിന്നിടുമ്പോഴാണ് 1925 മാർച്ച് 9 ഗാന്ധി വൈക്കത്ത് എത്തുന്നത്. അക്കാലത്തിനിടയിൽ ഗാന്ധി കൈക്കൊണ്ട ചില നിലപാടുകളെങ്കിലും വൈക്കം സത്യാഗ്രഹത്തെ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വിഘാതമായി എന്ന വിമർശനങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. അതിലൊന്ന്, ജോർജ് ജോസഫിനെ പോലെ ലണ്ടനിൽ നിന്ന് ബാരിസ്റ്റർ ബിരുദമൊക്കെ നേടി ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ വക്കീലന്മാരിൽ ഒരാളായി തീർന്ന ജോർജ് ജോസഫ് അന്ന് കോൺഗ്രസിൻ്റെ നേതാവ് എന്ന നിലയ്ക്ക് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് വൈക്കത്ത് സമരം ഒരു ഹിന്ദു സമൂഹത്തിൻ്റെ സമരമാണെന്നും അന്യമതസ്ഥർ അതിൽ പങ്കെടുക്കുന്നത് ഉചിതമല്ല എന്നുമുള്ള നിലപാട് ഗാന്ധി സ്വീകരിക്കേണ്ടായി. വാസ്തവത്തിൽ ജാതി പ്രശ്നം എന്നതൊരു മതപ്രശ്നമല്ല. ജാതി പ്രശ്നം അടിസ്ഥാനപരമായൊരു മനുഷ്യാവകാശ പ്രശ്നമാണ്. കാരണം ജാതി മനുഷ്യ സമത്വം എന്ന ആശയത്തിൻ്റെ നിരാകരണമാണ്, അതല്ലാതെ ഒരു മതത്തിനുള്ളിലെ അനാചാരം എന്ന നിലയിൽ കാണാവുന്ന ഒരു കാര്യമല്ല. ഇതിലേക്ക് ഗാന്ധി എത്തിച്ചേരുന്നത് താരതമ്യേന പിന്നീടാണ്. അയിത്തമെന്നത് ജാതിയുടെ ഒരു അകമേയുള്ള തകരാറാണ്, ജാതി അതിൽ തന്നെ ഒരു തെറ്റല്ല എന്നൊരു വീക്ഷണം ഗാന്ധി എടുക്കുന്നുണ്ട്. 1924 25 ഇവിടെ വരുന്ന സമയത്ത് ഈ വനജാക്ഷി മന്ദിരത്തിൻ്റെ മുറ്റത്ത് ഗാന്ധിയും ഗുരുവും തമ്മിൽ നടത്തുന്ന സംഭാഷണ മധ്യേ അവിടെ നിൽക്കുന്നൊരു മാവ് ചൂണ്ടിക്കാണിച്ച് ആ മാവിലെ ഇലകളൊക്കെ പലതരത്തിലല്ലേ, ഒരേ തരമല്ലല്ലോ എന്ന് ഗാന്ധി ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്. അത് ജാതിക്ക് വേണ്ടിയുള്ളൊരു ന്യായവാദമാണ്. ഗുരു അതിന് വളരെ സമർത്ഥമായൊരു മറുപടി പറഞ്ഞു, ഏതിലയെടുത്ത് പിഴിഞ്ഞു നോക്കിയാലും രസം ഒന്ന് തന്നെയായിരിക്കും എന്ന്. അതുകൊണ്ട് മനുഷ്യനൊന്ന്. ഗാന്ധിയെ സംബന്ധിച്ച് ഗുരുവിൻ്റെ തത്വത്തിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നതിൽ ഒരു ദൈവം എന്നത് ഗാന്ധിക്ക് സ്വീകാര്യമായിരുന്നു. ഒരു ജാതി, ഒരു മതം എന്നതിലേക്കൊക്കെ പിന്നീട് ഗാന്ധി പരിണമിച്ചെത്തുകയാണ് ചെയ്തത്. ഗാന്ധിയുടെ വലിയൊരു മെച്ചം എന്താണെന്ന് വെച്ചാൽ തൻ്റെ ബോധ്യങ്ങളെ തിരുത്താനായിട്ട് ഒരു മടിയില്ലാത്ത ആളായിരുന്നു ഗാന്ധി. അദ്ദേഹത്തിന് പക്ഷേ ബോധ്യപ്പെടണം. ഇപ്പം അദ്ദേഹം ദേശീയതയെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചും ഒക്കെ എടുത്ത നിലപാടുകൾ പലതരത്തിൽ പരിവർത്തന വിധേയമായതാണ്. 20കളിൽ ഇപ്പോൾ വൈക്കം സത്യാഗ്രഹ സമയത്ത് അദ്ദേഹത്തിൻ്റെ നിലപാട് ജാതിയിൽ തെറ്റൊന്നുമില്ല, ജാതിയുടെ പേരിലുള്ള വിവേചനമാണ് തെറ്റ്, അയിത്തമടക്കമുള്ള ദുരാചാരങ്ങളാണ് തെറ്റ്. ജാതി എന്നത് സാമൂഹികമായ ഒരു സോഷ്യൽ കണ്ടീഷനിങ് ആണ്. ഓരോരുത്തരും ഓരോ തരം തൊഴിലുകൾ ചെയ്യുക,
അതിനനുസരിച്ച് പ്രത്യേക വിഭാഗങ്ങളായി നിലനിൽക്കുക. ഇതിനപ്പുറം ജാതിയിൽ എന്തെങ്കിലും തകരാറുണ്ട് എന്ന് ആ ഘട്ടത്തിൽ അദ്ദേഹം കാണുന്നില്ല, 1924-25 ഘട്ടത്തിൽ. പക്ഷെ അദ്ദേഹം മാറി കേട്ടോ. 1936 ഗാന്ധി എഴുതുന്നൊരു ലേഖനത്തിൻ്റെ തലക്കെട്ട് തന്നെ കാസ്റ്റ് ഹാസ് ടു ഗോ എന്നാണ്. ജാതി പോകണം, അയിത്തം മാത്രമായിട്ട് പോകില്ല, ജാതി പോകാതെ അയിത്തം പോകില്ല എന്ന നിലപാടിലേക്ക് ഗാന്ധി എത്തുന്നുണ്ട്. എത്തിയില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഗാന്ധിയുടെ ഒരു ഗുണം അതാണ്, ഗാന്ധി മാറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആ മാറ്റത്തിന് ഏറ്റവും നിർണായകമായ പ്രേരണയായി തീർന്നൊരു സന്ദർഭമാണ് ഈ ഗുരുവുമായുള്ള കൂടിക്കാഴ്ച. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പുറത്തുനിന്ന് ഹിന്ദുമതത്തിന് പുറത്തുള്ള ആളുകൾ പങ്കെടുക്കുന്നതിനെ ഗാന്ധി വിലക്കുന്നുണ്ട്, കേരളത്തിന് പുറത്തുള്ള ആളുകൾ പങ്കെടുക്കുന്നതിനെയും വിലക്കുന്നുണ്ട്. പഞ്ചാബിൽ നിന്ന് അകാലികൾ വന്നിട്ടുണ്ടായിരുന്നു. അകാലികളാണ് ഭക്ഷണശാല വൈക്കത്ത് കുറേ കാലം നടത്തിയത്. സാന്ദർഭികമായിട്ട് പറയാം, ആ ഭക്ഷണശാല വഴി അകാലികൾ പ്രചരിപ്പിച്ചത് വഴിയാണ് ചപ്പാത്തി കേരളത്തിൽ ഇത്രയും വ്യാപകമായത്. അതുകൊണ്ട് ഇന്നൊരു അകാലി ബന്ധം ചപ്പാത്തി കഴിക്കുമ്പോൾ ഉണ്ട്, ഒരു സത്യാഗ്രഹ ബന്ധവും ഉണ്ട് എന്ന് ഓർത്താലൊരു സന്തോഷം ഉണ്ടാവും. അങ്ങനെ. പക്ഷെ ഗാന്ധി സമ്മതിച്ചില്ല. അകാലികൾ, കേരളീയർ നടത്തേണ്ട സമരമാണ്, പുറത്തുനിന്ന് ആൾ വരണ്ടെന്ന് പറഞ്ഞ അകാലികളെ അദ്ദേഹം മടക്കി അയക്കുകയുണ്ടായി. അതുപോലെ തന്നെ നിരാഹാരമടക്കമുള്ള സമരത്തിലേക്ക് നീങ്ങുന്നതിനും ഗാന്ധി അനുകൂലമായിരുന്നില്ല. ആ നിലയിൽ ഗാന്ധിയുടെ ശ്രമങ്ങൾ തന്നെ സത്യാഗ്രഹത്തിൻ്റെ ശക്തിപ്പെടലിനെ തടയുന്നുണ്ട് എന്ന വിമർശനമൊക്കെ അക്കാലത്ത് പലരും ഉന്നയിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഗാന്ധി 1925 മാർച്ച് 9 വൈക്കത്ത് വന്നിറങ്ങുന്നത്. 10 അദ്ദേഹം, ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഇണ്ടന്തുരുത്തി മനയിലെ നമ്പ്യാതിരിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ആ ചർച്ചയിൽ അദ്ദേഹം താർക്കികമായി ആ കെട്ടുപാടുകളിൽ പെട്ടുപോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. പിന്നീടാണ് പലതരം പോലീസ് സൂപ്രണ്ടുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്, ഇവിടുത്തെ ജില്ലാ മജിസ്ട്രേറ്റുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയിലാണ് 12-ാം തീയതി ഉച്ചയ്ക്ക് 3:30 മണിക്ക് അദ്ദേഹം ഗുരുവിനെ കാണാനെത്തുന്നത്. ഗുരുവുമായിട്ടുള്ള സംഭാഷണത്തിൽ എൻ കുമാരൻ എന്ന് പറയുന്ന ആ സംഭാഷണത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ദ്വിഭാഷിയായി, പരിഭാഷകനായി പ്രവർത്തിച്ചത്. അവർ തമ്മിലുള്ള സംഭാഷണം കെ ദാമോദരൻ BA പിൽക്കാലത്ത് രേഖപ്പെടുത്തി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗാന്ധി ഗുരുവിനോട് സംഭാഷണം തുടങ്ങുന്നത് ഒരുപക്ഷെ ഗുരുവിന് സത്യാഗ്രഹത്തോട് ചില വിയോജിപ്പുകളുണ്ട് എന്ന അക്കാലത്ത് അന്തരീക്ഷത്തിലുണ്ടായിരുന്ന വാർത്തകളുടെ കൂടി പശ്ചാത്തലത്തിലാണ്. ഗാന്ധി ചോദിക്കുന്നുണ്ട്, വൈക്കത്തെ അയിത്തോച്ചാടന സമരം പര്യാപ്തമാണ്, അതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് സ്വാമിജി കരുതുന്നുണ്ടോ? ഗുരു പറഞ്ഞു, അങ്ങനെ മാറ്റമൊന്നും വരുത്തേണ്ടതില്ല, അത് നന്നായി നടക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നീടാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഗാന്ധി ചോദിക്കുന്നത്, അയിത്തോച്ചാടനത്തിന് ഈ സത്യാഗ്രഹം കൂടാതെ മറ്റെന്തെല്ലാമാണ് വേണ്ടത്? അപ്പോഴാണ് ഗുരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്. ഗുരുവിനെ സംബന്ധിച്ച് അതൊട്ടും പുതിയ കാര്യമല്ല, എങ്കിലും ഗാന്ധിയോട് അദ്ദേഹം പറയുന്നൊരു കാര്യം, ഈ ആളുകൾക്ക് ക്ഷേത്രപ്രവേശനം മാത്രമല്ല, വഴി നടക്കാനുള്ള അവകാശം മാത്രമല്ല, അയിത്തോച്ചാടനം മാത്രമല്ല, ആളുകൾക്ക് സമ്പത്ത് വേണം, ആളുകൾക്ക് വിദ്യാഭ്യാസം വേണം, വിദ്യാഭ്യാസവും ധനവും വേണം. അതുകൊണ്ട് നേരത്തെ തന്നെ ഉയർത്തിയ മുദ്രാവാക്യമാണ് സംഘടന കൊണ്ട് ശക്തരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന ആശയം. അത് രണ്ടും പ്രധാനമാണ് എന്ന് അദ്ദേഹം ഗാന്ധിയോട് പറയുന്നുണ്ട്. ഒരുപക്ഷെ ഒരു സന്യാസി സമ്പത്തും വിദ്യാഭ്യാസവും എന്ന അടിസ്ഥാന ആശയത്തിൽ ഊന്നിക്കൊണ്ട് സാമൂഹിക പരിഷ്കരണത്തിൻ്റെ വഴി ഒരു ഭാഗത്തും ആധ്യാത്മികമായ നവീകരണത്തിൻ്റെ വഴി മറുഭാഗത്തും കൂട്ടിയിണക്കുന്ന ചിത്രം നമുക്ക് നമ്മുടെ സന്യാസ ചരിത്രത്തിൽ തന്നെ ഏറെയൊന്നും വാസ്തവത്തിൽ കാണാൻ കഴിയില്ല. ഗുരു ഉടനീളം അത് ചെയ്യുന്നുണ്ട്. സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് മലയാളിയോട് ആദ്യം പറയുന്നത് നാരായണ ഗുരുവാണ്. കേരളത്തിൽ ആദ്യം നടന്ന വ്യവസായ പ്രദർശനത്തിൻ്റെ അധ്യക്ഷനായി പ്രവർത്തിച്ചത് നാരായണ ഗുരുവാണ്. ലോകത്ത് നിങ്ങൾക്കൊരു സന്യാസിയും വേറെ ഏതെങ്കിലും ഇൻഡസ്ട്രിയൽ എക്സിബിഷൻ്റെ അധ്യക്ഷനായി പ്രവർത്തിച്ചത് കാണാൻ പറ്റില്ല. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശതാബ്ദി പ്രമാണിച്ചാണ് പാരീസിൽ 1889 ലോകത്തെ ആദ്യത്തെ വ്യവസായ പ്രദർശനം നടക്കുന്നത്. പിന്നീട് ഇംഗ്ലണ്ടിൽ ധാരാളം പ്രദർശനങ്ങൾ നടക്കുകയുണ്ടായി. അതിനെയെല്ലാം മാതൃകയാക്കിക്കൊണ്ടാണ് SNDPയുടെ 1-ാം വാർഷികം പ്രമാണിച്ച് കേരളത്തിലെ ആദ്യത്തെ വ്യവസായ പ്രദർശനം നടക്കുന്നത്. അതിൻ്റെ അധ്യക്ഷനായിട്ടും ഗുരു തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിൻ്റെ ചില മൗലിക സവിശേഷതകളെക്കുറിച്ച് കൂടിയാണ് ഞാൻ പറയുന്നത്, നമ്മുടെ നവോത്ഥാന ചരിത്രവുമായി ബന്ധപ്പെട്ട. ഇപ്പോൾ ലോകത്തൊരിടത്തും ഒരു പണിമുടക്ക് കൂലിക്കൂടുതലിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തൊഴിലവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ടോ ഒന്നുമല്ലാതെ
ഒരു ജനതയുടെ ചരിത്രത്തിൽ ആദ്യത്തെ പണിമുടക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി നടന്നു എന്നതും കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. അയ്യങ്കാളി നടത്തിയ സമരമാണ്. വെങ്ങാനൂർ ആ സമരം നടക്കുന്നത് തൊഴിലുറപ്പിന് വേണ്ടിയിട്ടൊന്നുമല്ല, കൂലിക്കൂടുതലിനും വേണ്ടിയിട്ടല്ല. 1.5 കൊല്ലത്തെ സമരം നടന്നത് പുലയ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. കേരളം എങ്ങനെ കേരളമായി തീർന്നു എന്നതിൻ്റെ കൂടി ചരിത്രം വാസ്തവത്തിൽ അതിൻ്റെ പിന്നിലുണ്ട്. ഈ സംഭാഷണത്തിൻ്റെ ആദ്യ ഭാഗത്തിന് ശേഷമാണ് ഗുരുവുമായുള്ള ചർച്ചയിൽ ഗാന്ധി 2-3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിലൊന്ന് ഇന്ന് വളരെ പ്രസിദ്ധമായി തീർന്ന ചോദ്യമാണ്, ഹിന്ദുമതം മോക്ഷത്തിന് പര്യാപ്തമാണെന്ന് അങ്ങ് കരുതുന്നില്ലേ എന്ന് ചോദിക്കുന്നു. വാസ്തവത്തിൽ ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യനാണ്. ഉണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞാൽ മതി. ഗുരു അത് രണ്ടുമല്ല പറഞ്ഞത്. ഗുരു പറഞ്ഞത് മറ്റു മതങ്ങളിലും മോക്ഷമാർഗങ്ങളുണ്ടല്ലോ എന്നാണ്. അത് ഗുരുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനാണ്. പല മതസാരവും ഏകമെന്ന് 1924 സർവമത സമ്മേളനത്തിൽ ഉയർന്നൊരു മുദ്രാവാക്യമല്ല. അതിന് 30 കൊല്ലം മുമ്പ് തന്നെ ആത്മോപദേശതകത്തിൽ ആ ആശയമുണ്ട്, പല മതസാരവും ഏകം. ഇതൊക്കെ വലിയ കാര്യങ്ങളാണ് കേട്ടോ. കാരണം 19-ാം നൂറ്റാണ്ട് അവസാനമൊക്കെ കേരളത്തിലും ഇന്ത്യയിലും ലോകത്ത് തന്നെയും നടക്കുന്ന മതസംവാദങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് അവരവരുടെ മതം ശരി, മറ്റുള്ളവരുടെ മതം തെറ്റ് എന്ന വാദമാണ്. എല്ലാ മതസംവാദങ്ങളും സ്വമത സമർത്ഥനവും പരമത ഖണ്ഡനവുമാണ്. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലും അത്തരം ആശയങ്ങൾ എത്രയെങ്കിലും കാണാം. നമ്മുടെ ചട്ടമ്പിസ്വാമി ക്രിസ്തുമതച്ഛേദനം എഴുതുന്നുണ്ട്. സനാവുള്ള മക്തി തങ്ങൾ കഠോര കുഠാരം എന്ന പേരിലാണ് ക്രിസ്തുമതത്തിനെതിരെ ഒരു പുസ്തകം എഴുതുന്നത്. പേര് കേട്ടാൽ തന്നെ ഒരാൾ ബോധം കെട്ടു വീഴും. അമ്മാതിരി പേരാണ്, കഠോര കുഠാരം എന്നാണ്. അത് അന്നത്തെ ഒരു പൊതുരീതിയാണ്. ഗുരുവിലെത്തുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്വമത സമർത്ഥനവുമില്ല, പരമത ഖണ്ഡനവുമില്ല. മറിച്ച് എല്ലാ മതങ്ങളും സാരവത്തായ ചില കാര്യങ്ങൾ പറയുന്നു. മതങ്ങളുടെ ആചാരാനുഷ്ഠാനപരമായ ഉപരിതലമല്ല, അതിൻ്റെ ധാർമ്മികമായ മൂല്യതലമാണ് പ്രധാനം. അതുകൊണ്ട് ആ മൂല്യതലത്തെ മതമായി കണ്ട് മതങ്ങൾ പരസ്പര പൂരകമായി പ്രവർത്തിക്കുകയാണ് വേണ്ടത്, നിലകൊള്ളുകയാണ് വേണ്ടത്. അല്ലാതെ ഒന്ന് മറ്റൊന്നിനെ പുറന്തള്ളുന്ന മട്ടിൽ മതങ്ങളുടെ ബാഹ്യരൂപങ്ങളിലല്ല ഭ്രമിക്കേണ്ടത് എന്ന് ഗുരു പല നിലയ്ക്ക് അന്നു മുതലേ സൂചിപ്പിക്കുന്നുണ്ട്. ആ സൂചനയുടെ ആവിഷ്കാരം കൂടിയായിരുന്നു 24-ലെ സർവമത സമ്മേളനം. അതുതന്നെയാണ് ഗാന്ധിയുടെ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടും ഗുരു പറഞ്ഞത്, മറ്റു മതങ്ങളിലും മോക്ഷമാർഗങ്ങളുണ്ടല്ലോ. ഗാന്ധിക്ക് പക്ഷേ ആ ഉത്തരം കൊണ്ട് തൃപ്തിയായില്ല. ഗാന്ധി ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നുണ്ട്, മറ്റു മതങ്ങളുടെ കാര്യം ഇരിക്കട്ടെ, ഹിന്ദു മതത്തിൻ്റെ കാര്യമാണ് നാം ചോദിച്ചത്. അപ്പോൾ ഗുരു പറഞ്ഞു, ഹിന്ദുമതവും പര്യാപ്തം തന്നെ, മോക്ഷത്തിന് ഹിന്ദുമതവും പര്യാപ്തം തന്നെ. പക്ഷെ അവിടെയും ഗുരു നിർത്തുന്നില്ല കേട്ടോ. പിന്നാലെ ഗുരു പറഞ്ഞത് ജനങ്ങൾ പക്ഷേ കൂടുതലായി ആഗ്രഹിക്കുന്നത് ലൗകികമായ സ്വാതന്ത്ര്യം കൂടിയാണ്. ലൗകിക സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഗുരു അർത്ഥമാക്കുന്നത് ജാതി ബന്ധങ്ങളും മതവിദ്വേഷങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന അസമത്വങ്ങളില്ലാതെ മനുഷ്യർക്ക്, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സോദരത്വേന വസിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി. ആ ലൗകിക സ്വാതന്ത്ര്യം ഇല്ലാതെ ആധ്യാത്മികമായ മോക്ഷത്തിൻ്റെ വഴി മാത്രം പ്രദാനം ചെയ്യുന്നു എന്നത് കൊണ്ട് മാത്രം ഒരു ജനതയ്ക്ക് ഭദ്രമായ ജീവിതം നയിക്കാൻ കഴിയില്ല. ജനങ്ങൾ ലൗകിക സ്വാതന്ത്ര്യം കൂടിയാണ് ആഗ്രഹിക്കുന്നത് എന്ന് ഗുരു ഗാന്ധിയോട് പറയുന്നുണ്ട്. ഗാന്ധി അപ്പോൾ പറയുന്നത്, അതിനായാണല്ലോ നാം ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുരു കുറച്ചൊരു അമർത്തിയ ഫലിതം കൂടി ചേർത്ത് പറയുന്നത്, ഇന്നത്തെ നില ആലോചിച്ചാൽ അങ്ങ് പല ജന്മം ജനിക്കേണ്ടി വരും എന്ന് ഗുരു അതിനോട് പറയുന്നുണ്ട്. അത് പറഞ്ഞിട്ട് 100 കൊല്ലമായി. 100ാം വാർഷിക ദിനത്തിൽ നാം കൂടൽമാണിക്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഗാന്ധി ഇനി എത്ര ജന്മങ്ങൾ കൂടി ജനിക്കണം എന്ന ഓർമ്മ കൂടി വാസ്തവത്തിലുണ്ട്. കഴകക്കാരനായിട്ട് ഒരു അബ്രാഹ്മണനെ പറ്റില്ല എന്ന് പറയുകയും ആ പ്രശ്നം വരുമ്പോൾ അതുവരെയുള്ള എല്ലാ ദൈവവിശ്വാസവും അസ്തമിക്കുകയും പെട്ടെന്ന് ക്ഷേത്രം അടച്ച് വീട്ടിൽ പോകാൻ തോന്നുകയും ചെയ്യുന്ന, ദൈവത്തെക്കാൾ വലുതാണ് ജാതി എന്ന് വിചാരിക്കുന്നവരാണ് കേട്ടോ ഇവരൊക്കെ. അതുകൊണ്ടാണ് ഇത് വേണ്ടെന്ന് വെച്ച് പോകുന്നത്. അല്ലാതെ ദൈവമൊന്നുമല്ല ഇത്. ദൈവത്തിൻ്റെ കഥയുമില്ല. ദൈവത്തിൻ്റെ മറപറ്റിയുള്ള ഒരു ഏർപ്പാടാണ്. പണ്ട് പഴയൊരു ശ്ലോകമുണ്ട്. എന്താണ്? ദൈവാധീനം ജഗത് സർവം മന്ത്രാധീനം തു ദൈവതം തൽമന്ത്രം ബ്രാഹ്മണാധീനം എന്ന് പറഞ്ഞിട്ട്, അതായത് പ്രപഞ്ചം മുഴുവൻ ഈശ്വരൻ്റെ അധീനത്തിലാണ്. ആ ഈശ്വരനാകട്ടെ മന്ത്രത്തിന് അധീനമാണ്.
മന്ത്രമാകട്ടെ ബ്രാഹ്മണൻ അധീനമാണ്, അതുകൊണ്ട് ബ്രാഹ്മണോ മമ ദൈവതം എന്നൊരു ശ്ലോകമുണ്ട്. വീട്ടി ഭട്ടതിരിപ്പാട് ആ ശ്ലോകത്തെക്കുറിച്ച് പറഞ്ഞൊരു വാക്യം, ഏതോ മനക്കല കാര്യസ്ഥൻ്റെ വായ്നാറ്റമുള്ള ശ്ലോകമാണ് എന്ന് പറഞ്ഞ്. ഈ മനക്കല കാര്യസ്ഥൻ്റെ വായ്നാറ്റം ഇപ്പോഴും പോയിട്ടില്ല. ആ വായ്നാറ്റമായിട്ട് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞതാണ്, ശുദ്ധീകരിക്കേണ്ടത് ഈ ബ്രാഹ്മണരുടെ മനസ്സാണ്, അല്ലാതെ ക്ഷേത്രമൊന്നുമല്ല ശുദ്ധീകരിക്കേണ്ടത്, ഈ ബ്രാഹ്മണരുടെ. അങ്ങനെ പുറമേ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ, ഉള്ളിലുള്ള ആളുകൾ ഈ പരിസരത്തും പഞ്ചായത്തിലൊക്കെ ഉണ്ടാവും, അല്ലാതെ അവിടെ മാത്രമുള്ള ഒരു ഏർപ്പാടാണ് ഇതൊന്നും തെറ്റിദ്ധരിക്കണ്ട, ഇത് വ്യാപകമായിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് ഗുരു പറഞ്ഞത്, ഇന്നത്തെ നില ആലോചിച്ചാൽ അങ്ങ് ഇനിയും ജനിക്കേണ്ടി വരും. അതിനിടയിൽ ലൗകിക സ്വാതന്ത്ര്യത്തിന് മതപരിവർത്തനം ആവശ്യമാണോ എന്നൊരു ചോദ്യവും ഗാന്ധി ഉന്നയിക്കുന്നുണ്ട്. അത് അതിലെ മൂന്നാമത്തെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഗുരു പറയുന്നു, മതപരിവർത്തനം വേണമെന്ന് ഞാൻ കരുതുന്നില്ല, പക്ഷേ മതപരിവർത്തനമുള്ളവർക്ക് ലൗകിക സ്വാതന്ത്ര്യം ലഭിച്ചു വരുന്നതായി കാണുന്നുണ്ട്, അതുകൊണ്ട് ആളുകൾ മതപരിവർത്തനത്തിന് മുതിർന്നേക്കാം. ഈ ഒരു കാര്യവും വാസ്തവത്തിൽ കേരളത്തെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിരുന്നു. തെക്കൻ തിരുവിതാംകൂറിലൊക്കെ വലിയ തോതിൽ മതപരിവർത്തനം ഒരു ഘട്ടത്തിൽ അരങ്ങേറിയതിൻ്റെ കാരണം ജാതിമർദ്ദനത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള പ്രധാനപ്പെട്ട വഴികളിലൊന്നായിട്ട് മതപരിവർത്തനം അക്കാലത്ത് മാറിയിരുന്നു എന്നതുകൊണ്ടാണ്. ഈ മതപരിവർത്തനം അല്ലാതെ അന്യമതങ്ങളുടെ ആശയാവലികളൊക്കെ പഠിച്ച് അതിലെ ദൈവസങ്കല്പം ഇതിനേക്കാൾ മെച്ചപ്പെട്ടതാണ്, തത്വശാസ്ത്രപരമായി ആ മതം കുറെ കൂടി മഹിമയുള്ളതാണെന്നൊന്നും മനസ്സിലാക്കിയിട്ടല്ല. മനുഷ്യരെ പോലെ ജീവിക്കാൻ കുറച്ചുകൂടി അവസരം മതം മാറിയാൽ കിട്ടുമെന്ന് തോന്നിയ സമയത്ത് ആളുകൾ മതം മാറി, അത്രയേ ഉള്ളൂ. അങ്ങനെ പക്ഷേ ഈ കാര്യം ഗുരു എടുത്ത് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മതത്തെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ കേവലം മതത്തെ മാത്രം സംബന്ധിക്കുന്ന ചോദ്യങ്ങളല്ലെന്നും അത് മനുഷ്യജീവിതത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളോട് ബന്ധപ്പെടുത്തി തന്നെ വേണം മനസ്സിലാക്കേണ്ടത് എന്നും വാസ്തവത്തിൽ ഗുരു അന്ന് ഗാന്ധിയോട് പല രൂപത്തിൽ പറയുന്നുണ്ട്. മോക്ഷം മാത്രം പോരാ, വിദ്യാഭ്യാസം വേണം, സമ്പത്ത് വേണം, തൊഴിൽ വേണം. മോക്ഷത്തിന് ഒരു മതം മാത്രമല്ല, എല്ലാ മതങ്ങളും വേണം. ആധ്യാത്മിക മോക്ഷത്തിനുള്ള വഴി മാത്രം പോരാ, ലൗകികമായ സ്വാതന്ത്ര്യം വേണം. ആ ലൗകിക സ്വാതന്ത്ര്യം ചിലപ്പോഴെങ്കിലും മതപരിവർത്തനം വഴി ലഭ്യമാകുന്നുമുണ്ട്. ഇങ്ങനെ കേരളീയ സമൂഹത്തെ അന്ന് വലയം ചെയ്തിരുന്ന അടിസ്ഥാനപരമായ സാമൂഹിക പ്രശ്നങ്ങളെ, അതിൻ്റെ സൂചനകളെ, അതിൻ്റെ പരിഹാരത്തിൻ്റെ അനിവാര്യതയെ ഒക്കെ ഗാന്ധിയോടുള്ള സംഭാഷണ മധ്യത്തിൽ പല രൂപത്തിൽ സൂചിപ്പിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ ഗുരു തൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നത്. അങ്ങയുടെ സ്ഥാപനത്തിൽ എല്ലാ ജാതി വിഭാഗക്കാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഗാന്ധി ചോദിക്കുന്നുണ്ട്. ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരെ എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുന്നുണ്ട്. എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകി വരുന്നുണ്ട്. എല്ലാവർക്കും ക്ഷേത്രത്തിൽ ആരാധിക്കാനുള്ള അർഹതയുണ്ട് എന്നെല്ലാം ഗുരു പറയുകയും വളരെ സന്തോഷം എന്ന് പറഞ്ഞ് ആ സംഭാഷണം അവസാനിക്കുകയാണ് ചെയ്തത്. ഗാന്ധി ശിവഗിരി മഠത്തിൽ താമസിക്കുന്നുണ്ട്. അതേക്കുറിച്ചുള്ള ഒരു വിവരണത്തിൽ കാണുന്നത്, അവിടെയുള്ള അധസ്ഥിതരെന്ന് വിളിക്കപ്പെട്ട വിഭാഗത്തിലെ കുട്ടികൾ ഉപനിഷത്ത് മന്ത്രങ്ങളും മറ്റും വളരെ വൃത്തിയായി ആലപിക്കുന്നത് കേട്ട് അദ്ദേഹം വളരെ അത്ഭുതപ്പെട്ടു എന്നും അത് അദ്ദേഹത്തെ വലിയ തോതിൽ പുതിയൊരു തെളിച്ചത്തിലേക്ക് കൊണ്ടുപോയി എന്നുമൊക്കെയാണ്. ഏതായാലും ഗാന്ധിയുടെ മതസംബന്ധിയായ വീക്ഷണങ്ങളിൽ, ജാതിയെക്കുറിച്ചുള്ള വീക്ഷണങ്ങളിൽ ചില നിർണായകമായ വഴിത്തിരിവുകൾക്ക് കാരണമാകാൻ ഗുരുവുമായി നടത്തിയ ഈ സംഭാഷണം വഴിവെച്ചിട്ടുണ്ട് എന്ന് പിൽക്കാലത്ത് അദ്ദേഹം അതേക്കുറിച്ച് നടത്തുന്ന നിരീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. യുഗപ്രഭാവനായൊരു പുണ്യാത്മാവിനെയാണ് താൻ കണ്ടത് എന്ന് അദ്ദേഹം പിന്നീട് പറയുകയുണ്ടായി. എന്നു മാത്രമല്ല, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നതിൽ ഗാന്ധിക്ക് ആദ്യം സ്വീകാര്യമായിരുന്ന ഒരു ദൈവം എന്നതിൽ നിന്ന് ഒരു മതം എന്നതിലേക്കും ഒരു ജാതി എന്നതിലേക്കും ജാതി പോകണമെന്നതിലേക്കുമൊക്കെ പടിപടിയായി സ്വയം പരിണമിക്കാൻ ഗുരു ഗാന്ധിക്ക് പ്രേരണ നൽകുന്ന ഒന്നായി അത് മാറിത്തീരുകയും ചെയ്തു. ഈ പ്രേരണയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഈ പ്രേരണയാണ് ഒരർത്ഥത്തിൽ 1920കളുടെ തുടക്കത്തിൽ ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്ന ഒരു ദേശീയതാ സങ്കല്പത്തെ, ഹിന്ദുമതത്തിൻ്റെ സാംസ്കാരിക ഭൂതകാലത്തെ മുൻനിർത്തുന്ന ഒരു രാഷ്ട്രസങ്കല്പത്തെ നിരസിച്ച് മതനിരപേക്ഷമായ ഒരു ആധുനിക രാഷ്ട്രസങ്കല്പത്തിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമായി തീർന്നത്. അതിന് രാഷ്ട്രീയമായ കാരണങ്ങളുമുണ്ട് നിശ്ചയമായിട്ടും, ആത്മീയമായ കാരണങ്ങൾ മാത്രമല്ല. കാരണം ഇന്ത്യയിലെ ഇത്രയും വലിയൊരു ജനവിഭാഗത്തെ അന്യവൽക്കരിച്ചുകൊണ്ട് ഒരു രാഷ്ട്രം എന്ന നിലയ്ക്ക് ഇന്ത്യക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്നത് വ്യക്തമായിരുന്നു. അതുകൂടി ഉൾച്ചേർത്തിട്ടാണ് ഗാന്ധി
ഹിന്ദു മുസ്ലിം ഐക്യം എന്നത് ഇന്ത്യൻ ദേശീയതയുടെ പ്രധാനപ്പെട്ട ആധാരങ്ങളിൽ ഒന്നാക്കി മാറ്റിയത്. പക്ഷേ കേവലമായ ഒരു രാഷ്ട്രീയ തന്ത്രം എന്നതിനപ്പുറം മതങ്ങളുടെ സാരത്തിൽ ഏതാണ്ട് ചേർച്ചയുണ്ട്. മതം ഗുരു പറഞ്ഞതുപോലെ പല മതസാരവും ഏകം എന്നതിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന ബോധ്യം ഗാന്ധിയിൽ രൂപപ്പെടുത്തുന്നതിൽ ഗുരുവുമായുള്ള അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ച പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. എന്നു മാത്രമല്ല, ഈ കൂടിക്കാഴ്ചയെ തുടർന്ന് 10-ാം തീയതി വൈകുന്നേരം ഗാന്ധി വൈക്കത്ത് പ്രസംഗിക്കുന്നുണ്ട്. 20,000-ഓളം ആളുകൾ ആ സമ്മേളനത്തിൽ അന്ന് പങ്കെടുക്കുന്നുണ്ട്. ഗാന്ധിയുടെ വലിയ 9-ാം തീയതി അദ്ദേഹം ഒന്നും സംസാരിക്കുന്നില്ല. 9-ാം തീയതി തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ഗാന്ധിയുടെ മൗനവ്രതത്തിൻ്റെ ദിവസമാണ്. 10-ാം തീയതിയാണ് ഗാന്ധി അവിടെ സംസാരിക്കുന്നത്. ആ സംഭാഷണത്തിന് ശേഷം അതിനെ മുൻനിർത്തി ഗുരു അദ്ദേഹത്തിലെ ശിവഗിരി മഠത്തിൽ അന്തേവാസികളിൽ ഒരാളുമായിട്ട് നടത്തിയ സംഭാഷണത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അവിടെയാണ് ഗാന്ധിയുടെ വർണ്ണസങ്കല്പത്തിൻ്റെ ചില പരിമിതികളെ ഗുരു ചൂണ്ടിക്കാണിക്കുന്നത്, അതിൻ്റെ പോരായ്മകളെ മറികടക്കേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കുന്നത്. വർണ്ണം ശരിയാണ്, ഗുണകർമ്മ വിഭാഗശ എന്നാണല്ലോ. ഗുണകർമ്മങ്ങളെ അടിസ്ഥാനമാക്കി താൻ തന്നെ സൃഷ്ടിച്ചതാണ് വർണ്ണഭേദം. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിങ്ങനെയുള്ള വർണ്ണസങ്കല്പമൊക്കെ ഗുണകർമ്മങ്ങളെ അടിസ്ഥാനമാക്കി താനായി തന്നെ സൃഷ്ടിച്ചതാണെന്ന് ശ്രീകൃഷ്ണൻ്റെ വാക്യം നിങ്ങൾക്ക് ഭഗവത്ഗീതയിൽ കാണാൻ പറ്റും. അതുകൊണ്ട് വർണ്ണം എന്നത് മാനുഷികമായ പ്രവൃത്തികളെ മുൻനിർത്തുന്ന ഒരു വിഭജന യുക്തിയാണ്. അതിനപ്പുറം വർണ്ണത്തിൽ ദോഷകരമായി ഒന്നുമില്ല എന്ന ഒരു കാഴ്ചപ്പാട് ഗാന്ധി ആദ്യം മുതലേ വച്ചു പുലർത്തിയിരുന്നു. ഇതേക്കുറിച്ചുള്ള സംഭാഷണത്തിൽ ഗുരു ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, പക്ഷേ ഗുണകർമ്മങ്ങളിൽ സ്ഥായിയായ ഒന്നുമില്ല. ഗുണകർമ്മങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യരുടെ പ്രവൃത്തിയിൽ ഇത് മാറി മാറി വരാവുന്നതാണ്. അതുകൊണ്ട് ഗുണകർമ്മങ്ങൾ സ്ഥായിയായ ഒന്നല്ല എന്നിരിക്കെ വർണ്ണം എങ്ങനെ നിശ്ചയിക്കാൻ കഴിയും? ഒരുപക്ഷെ ഞാൻ കരുതുന്നത് നമ്മുടെ നവോത്ഥാന ചിന്തകരിൽ ഈ ഗുണകർമ്മങ്ങൾ എന്നതിൻ്റെ ചിരസ്ഥായിത്വമില്ലായ്മയെ മുൻനിർത്തി വർണ്ണസങ്കല്പത്തെ നിരസിക്കാൻ മുതിർന്ന മിക്കവാറും ഒരേ ഒരു സന്യാസി ഗുരുവാണ്. ശ്രീരാമകൃഷ്ണനാകട്ടെ വിവേകാനന്ദനാകട്ടെ ഇവരാരും ജാതി വിവേചനത്തെയൊക്കെ നിരസിക്കുന്നുണ്ടെങ്കിലും വർണ്ണം എന്ന അടിസ്ഥാന സങ്കല്പത്തെ, ഒരുപക്ഷെ ബ്രാഹ്മണ്യത്തിൻ്റെ ആധാര തത്വമാണല്ലോ. വേദങ്ങളിലെ പ്രത്യേകിച്ചും ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിലാണ് വിരാട് പുരുഷൻ്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണനും, ബാഹുക്കളിൽ നിന്ന് ക്ഷത്രിയനും, തുടയിൽ നിന്ന് ഊരുക്കളിൽ നിന്ന് വൈശ്യനും, പാദത്തിൽ നിന്ന് ശൂദ്രനും ജനിച്ചു എന്നിങ്ങനെ ഉള്ള ശ്ലോകമുള്ളത്. ആ ശ്ലോകത്തെ മുൻനിർത്തിയാണ് വർണ്ണസങ്കല്പം തന്നെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ബ്രാഹ്മണ്യത്തിൻ്റെയും വൈദികമായ മതധാരണയുടെയും ഉള്ളിൽ ഈ വർണ്ണവിവേചനം എന്നത് അടിസ്ഥാനപരമായി നിലനിൽക്കുന്നുണ്ട്. അതിന് പിന്നീട് ഗുണകർമ്മങ്ങൾ എന്നെല്ലാമുള്ള വിശദീകരണങ്ങൾ വന്നെങ്കിലും ഗുരു മാത്രമാണ് ഒരു നിലയ്ക്ക് അതിനൊരു ചിരസ്ഥായിത്വം ഇല്ലെന്നും അതുകൊണ്ട് തന്നെ വർണ്ണത്തെ മുൻനിർത്തുന്ന ഒരു വിഭജന യുക്തി സ്വീകാര്യമല്ല എന്നും പറയുന്നത്. ജാതി തൊഴിൽ വിഭജനം മാത്രമാണ്, ഒരേ തൊഴിൽ പരിശീലിച്ചാൽ അതിൽ വൈദഗ്ധ്യം വരും എന്നെല്ലാമുള്ള വാദത്തെയും ഗുരു ആ സംഭാഷണത്തിൽ നിശിതമായിട്ട് ഖണ്ഡിക്കുന്നുണ്ട്. ജാതി കൊണ്ട് തൊഴിൽ വൈദഗ്ധ്യവും സമൂഹത്തിന് ഗുണവും ഉണ്ടാകുമെന്ന വാദത്തെക്കുറിച്ച് ഗുരു പറയുന്ന ഒരു വാക്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജാതി കൊണ്ട് ഗുണം കിട്ടിയവരുടെ വാദമായിരിക്കും എന്നാണ്. അല്ലാതെ അങ്ങനെയാണ്. അതിപ്പോൾ ഈ നമ്മുടെ കുമാരനാശാനും വള്ളത്തോളും തമ്മിൽ അക്കാലത്തൊരു സംവാദം നടക്കുന്നുണ്ട്. അത് ആശാനൊരു കവിതയിൽ എഴുതി, എന്തിന് ഭാരതധരേ കരയുന്നു, പാരതന്ത്ര്യം നിനക്ക് വിധികൽപ്പിതമാണ് തായേ, ചിന്തിക്ക ജാതി മധുരാന്തർ തമ്മിലടിച്ച് അന്തപ്പെടും തനയർ, എന്തിനയേ സ്വരാജ്യം. ജാതിയുടെ പേരിൽ തമ്മിലടിച്ച് മരിക്കുന്ന മക്കളുള്ളൊരു രാജ്യത്തിന് എന്തിനാണ് സ്വാതന്ത്ര്യം എന്ന ഒരു ചോദ്യം ആശാൻ ആ കവിതയിൽ ഉന്നയിക്കുന്നുണ്ട്. വള്ളത്തോളപ്പം അതിനൊരു മറുപടി എഴുതി. വള്ളത്തോൾ ദേശീയവാദിയാണ്. വള്ളത്തോൾ മറുപടി, ആ കവിതയുടെ പേരും ഒരു മറുപടി എന്ന് തന്നെയാണ്. ആ കവിതയിലാണ് വള്ളത്തോൾ പറഞ്ഞത്, സോദരർ തമ്മിലെ പോരൊരു പോരല്ല, സൗഹൃദത്തിൻ്റെ കലങ്ങി മറിയലാം. സഹോദരന്മാർ തമ്മിൽ വീട്ടിൽ വഴക്കുണ്ടായാൽ അതിനൊരു യുദ്ധമായിട്ടൊന്നും കാണണ്ട, മറിച്ച് സഹോദരന്മാർക്കിടയിലുള്ള ഒരു വഴക്കായിട്ട് കണ്ടാലും മതി, അത് പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്ന മട്ടിൽ വള്ളത്തോൾ അതിന് മറുപടി എഴുതുകയുണ്ടായി. വാസ്തവത്തിൽ അതിന് പറ്റണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളത്തോൾ അടി കണ്ട ആളാണ്, കുമാരനാശാൻ അടി കൊണ്ട ആളാണ്. ആ വ്യത്യാസം ചെറിയ വ്യത്യാസമല്ല. കൊണ്ട ആൾക്ക് ഇതിലൊരു സാഹോദര്യം തോന്നില്ല, കണ്ട ആൾക്ക് ചിലപ്പോൾ സാഹോദര്യം എന്നൊക്കെ തോന്നിക്കൂടായികയും ഇല്ല. എന്തായാലും ഇത് തന്നെ അംബേദ്കർ പറഞ്ഞതും. കാരണം
എല്ലാ കുട്ടികളും ബെഞ്ചിലിരുന്ന് പഠിക്കുമ്പോൾ തനിക്ക് ഇരിക്കാനുള്ള എന്താ പറയുക ചാക്കുമായിട്ട് വന്ന് ആ ചാക്ക് മൂലയ്ക്ക് വിരിച്ച് നിലത്തിരുന്നിട്ടാണ് അംബേദ്കർ സ്കൂളിൽ പഠിക്കുന്നത്. അതുകൊണ്ട് ജാതി എന്താണെന്നുള്ളത് സാഹോദര്യമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവാൻ പ്രയാസമുള്ള ഒന്നാണല്ലോ ഈ നിലത്തുള്ള ഇരിപ്പ്. പൊതുക്കിണറ്റിൽ നിന്ന് വെള്ളം കുടിച്ചുകൂടാ, അതുകൊണ്ട് കുടിക്കാനുള്ള വെള്ളം, വായൊഴുകാനുള്ള വെള്ളം എല്ലാം വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. അങ്ങനെ പഠിച്ച ഒരാൾക്ക് ജാതി സാഹോദര്യമാണ്, അതിലെ ചെറിയ വഴക്കാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവാൻ പ്രയാസമാണ്. ഇതൊന്നും ഇല്ലാത്ത ആളുകൾക്ക് സാഹോദര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമായിട്ട് പിരിഞ്ഞു പോവാം. എന്തായാലും ഈ ഒരു അടിസ്ഥാന പ്രശ്നത്തെ ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ച് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, സമത്വം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിലൂടെ മാത്രം കൈവരുന്ന ഒന്നല്ലെന്നും, രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെക്കാൾ പ്രധാനമായ ഒരു സ്വാതന്ത്ര്യ തലം ഇന്ത്യയെ സംബന്ധിച്ച് സാമൂഹിക സ്വാതന്ത്ര്യത്തിൻ്റെതാണ്. ആ സാമൂഹിക സ്വാതന്ത്ര്യം ജാതിക്കെതിരായ നിരന്തരമായ സമരത്തിലൂടെ, ജാതി നിർമൂലനത്തിലൂടെ സാധ്യമാകുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഒരു ജാതി എന്നത് ഗുരുവിൻ്റെ പ്രമാണങ്ങളിൽ ഒന്നാമത്തതായി തീർന്നത്. ഒരു ദൈവമല്ല, ഒരു ദൈവമൊക്കെ മൂന്നാമത് വരുന്നുണ്ട്. ഒരു ജാതി എന്നത് സ്ഥാപിക്കാതെ മനുഷ്യാന്തസ്സിനെയോ മാനുഷികമായ സമത്വത്തെയോ ഇന്ത്യയിൽ സ്ഥാപിക്കുക സാധ്യമായിരുന്നില്ല. ഈ ഒരാശയത്തെ ഒരുപക്ഷെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ സമര ചരിത്രവുമായി ആദ്യം കൂട്ടിയിണക്കുന്ന ഒരു വേദിയാണ് വൈക്കം സത്യാഗ്രഹം. ഗുരു ആ സമരത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ നിർണായകമായൊരു പ്രാധാന്യവും അതുതന്നെയാണ്. ആ ആശയത്തെ പക്ഷേ ഗാന്ധി പിന്നീട് ഏറ്റെടുക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയിത്തോച്ചാടനത്തെ തൻ്റെ രാഷ്ട്രീയ കാര്യപരിപാടിയുടെ കേന്ദ്രമാക്കി മാറ്റുകയും മതങ്ങൾ വ്യത്യസ്തമാണ് എന്ന വീക്ഷണത്തിൽ നിന്ന് മതങ്ങൾ ഒന്ന് തന്നെയാണ് എന്ന വീക്ഷണത്തിലേക്ക് പടിപടിയായി എത്തിച്ചേരുകയും ചെയ്തു. ഞാനൊരു ഉത്തമനായ ഹിന്ദു ആയതുകൊണ്ട് ഞാനൊരു ഉത്തമനായ മുസൽമാനും ഉത്തമനായ ക്രിസ്ത്യാനിയുമാണ് എന്ന് ഗാന്ധി പിന്നീട് പറയുന്നുണ്ട്. പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് നിങ്ങൾക്ക് 1915 കാലത്ത് തന്നെ അനുകമ്പാ ദശകത്തിൽ വായിക്കാൻ പറ്റും. അവിടേക്ക് ഗാന്ധി എത്തി എന്ന് മാത്രമല്ല, വാസ്തവത്തിൽ ഗാന്ധിയുടെ വധത്തിലേക്ക് നയിച്ച പ്രശ്നങ്ങളെ നോക്കിയാൽ, ഗാന്ധിയുടെ വധം 1948 ജനുവരി 30 ആകസ്മികമായി സംഭവിച്ചതല്ല. ഗാന്ധിക്കെതിരായ 6ാമത്തെ വധശ്രമത്തിലാണ് ഗാന്ധി കൊല്ലപ്പെടുന്നത്. 1935 ബോംബെയിൽ വെച്ചിട്ടാണ്, പൂനെയിൽ വെച്ചിട്ടാണ് ഗാന്ധിക്കെതിരെ ആദ്യത്തെ വധശ്രമം നടക്കുന്നത്. ഗാന്ധി വരുന്നു എന്ന് കരുതിയ കാറിന് നേരെ ചിത്പാവൻ ബ്രാഹ്മണർ, ആ ബ്രാഹ്മണരിൽ ഒരാളാണ് ഗോഡ്സെ, ആ ബ്രാഹ്മണരിൽപ്പെട്ട വേറൊരാളാണ് സവർക്കർ, ആ ബ്രാഹ്മണരിൽപ്പെട്ട മൂന്നാമതൊരാളാണ് നാരായണ ആപ്തെ. ഇവരൊക്കെ അന്നും ഉണ്ട്, ബൊമ്പറിയാനല്ല, പക്ഷേ ചിത്പാവൻ ബ്രാഹ്മണർ എന്ന് പറയുന്നതിൻ്റെ ഒരു ചരിത്രം ഞാൻ പറയുകയാണ്. അവർ ഗാന്ധിക്കെതിരെ തിരിയുന്നതിൻ്റെ അടിസ്ഥാന കാരണം 30കളോടെ, പ്രത്യേകിച്ചും 2ാം വട്ടമേശ സമ്മേളനം കഴിഞ്ഞ് തിരിച്ചെത്തിയതിന് ശേഷം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാന പ്രശ്നം ജാതീയമായ വിവേചനങ്ങൾ അവസാനിപ്പിക്കലാണ് എന്ന നിലപാടിലേക്ക് ഗാന്ധി എത്തി. ബ്രിട്ടീഷ് വിരുദ്ധമായ ഇന്ത്യയിലെ ജനങ്ങളെ അടിസ്ഥാന ഭൗതിക പ്രശ്നങ്ങളെ മുൻനിർത്തി കൂട്ടിയിണക്കുക എന്നുള്ളത് ഗാന്ധി കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗാന്ധി എന്താണ് ഇന്ത്യൻ ദേശീയതയുടെ ചരിത്രത്തിൽ ചെയ്തത് എന്ന കാര്യവും നാം ഇവിടെ ആലോചിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1915 ജനുവരി 9 ഗാന്ധി ഇന്ത്യയിൽ എത്തുന്നത്. ലണ്ടനിൽ നിന്ന് പുറപ്പെട്ട് അദ്ദേഹം അതിനു മുമ്പ് ഇന്ത്യൻ ജീവിതത്തെക്കുറിച്ച് വളരെ കുറച്ച് അറിവ് മാത്രമുള്ള ഒരാളാണ്. അത്ഭുതകരമായ ഒരു കാര്യമാണ് കേട്ടോ ഗാന്ധിയെ സംബന്ധിച്ച്. കാരണം 1869 ജനിച്ച ഗാന്ധി 20ാം വയസ്സാകുന്നതിന് മുമ്പ് അദ്ദേഹം ലണ്ടനിലേക്ക് പോയി. 1888 അവസാനം അദ്ദേഹം ലണ്ടനിലേക്ക് പോയി. 92 വരെ അദ്ദേഹം ലണ്ടനിൽ പഠിക്കുകയും 91 വരെ അദ്ദേഹം ബിരുദത്തിനായി പഠിക്കുകയും ബിരുദമൊക്കെ നേടി ഇവിടെ തിരിച്ചു വന്ന് ബോംബെയിലും അതുപോലെ സൂററ്റിലുമൊക്കെ വക്കീലായി പ്രാക്ടീസ് ചെയ്യുകയും അദ്ദേഹം ഒരു പരാജയപ്പെട്ട വക്കീലായിരുന്നു. അദ്ദേഹത്തിനൊരു വിജയമൊന്നും നേടാൻ കഴിഞ്ഞില്ല. അതിനെ തുടർന്നാണ് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലേക്ക് ഒരു കമ്പനിയുടെ കണക്കെഴുത്ത് പരിപാടിയുമായി പോവുകയും അവിടെ വെച്ച് അവിടുത്തെ ഇന്ത്യക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളിൽ വലിയ തോതിൽ പങ്കുചേരുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോഴും ഗാന്ധിയുടെ വീക്ഷണങ്ങൾക്ക് പരിമിതിയുണ്ട്. ഗാന്ധിയുടെ വീക്ഷണങ്ങളുടെ പരിമിതി വേറെ ആരെങ്കിലും പറയേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ആത്മകഥ വായിച്ചാൽ നിങ്ങൾക്ക് കാണാം. അവിടുത്തെ കൂലിത്തൊഴിലാളികളെ തങ്ങൾക്ക് തുല്യമായി പരിഗണിക്കാൻ അവിടുത്തെ സമ്പന്നരായ ഇടത്തരക്കാരായ ഇന്ത്യക്കാർ
തയ്യാറായിരുന്നില്ല. അവിടുത്തെ മധ്യവർഗ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളെയാണ് ഗാന്ധി അഭിസംബോധന ചെയ്യാനായിട്ട് ശ്രമിച്ചത്. തങ്ങളെ കൂലികളെന്ന് വിളിക്കുന്നതിനോട് ഗാന്ധിക്ക് അന്ന് വിയോജിപ്പൊക്കെ ഉണ്ട്. ഗാന്ധി സാമ്രാജ്യത്വത്തിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ ഒരു പ്രജയായിട്ടാണ് ഗാന്ധി കുറേ കാലം സ്വയം സങ്കല്പിച്ചത്. പക്ഷേ ആ പ്രജാത്വം കൊണ്ട് പരിഹരിക്കാൻ കഴിയില്ല പ്രശ്നങ്ങളെന്ന തിരിച്ചറിവിലേക്ക് അദ്ദേഹം പതുക്കെ എത്തുകയും സമരങ്ങൾ ധാരാളമായി നടത്തുകയും 1915 അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തുകയും ചെയ്തു. അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തുന്ന സമയത്ത് ഗാന്ധിക്ക് 45 വയസ്സ് കഴിഞ്ഞു. ഗാന്ധിയെക്കുറിച്ച് എഴുതിയ ഒരു പഠനത്തിൽ പങ്കജ് മിശ്ര പറയുന്നത് 45-ാം വയസ്സിൽ ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്ന സമയത്ത് വരെ ഇന്ത്യയിലെ ദരിദ്രനായ ഒരു ഗ്രാമീണനെയോ കർഷകനെയോ ഗാന്ധി നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. കാരണം ഗാന്ധിയുടെ അച്ഛൻ പോർബന്തറിലെ പ്രധാനമന്ത്രിയായി പ്രവർത്തിച്ച ആളാണ്. ഗാന്ധി അക്കാലത്ത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം തന്നെ ലണ്ടനിലേക്ക് വിദ്യാഭ്യാസം നേടി പോകാൻ കഴിയുന്ന വിധത്തിൽ സാമൂഹികവും സാമ്പത്തികവും ഒക്കെ ആയ ഉയർന്ന പദവിയുള്ള ഒരു കുടുംബത്തിലാണ് ഗാന്ധി ജനിച്ചതും ജീവിച്ചതുമൊക്കെ. അതുകൊണ്ട് ഇന്ത്യയിലെ ഗ്രാമദാരിദ്ര്യത്തെക്കുറിച്ചോ കർഷക ജനതയെക്കുറിച്ചോ അവരുടെ യാതനകളെക്കുറിച്ചോ ഒന്നും ഗാന്ധി നേരെ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം പിന്നെ ദക്ഷിണാഫ്രിക്കയിൽ പോയി 45-ാം വയസ്സിൽ തിരിച്ചു വന്നു. പങ്കജ് മിശ്ര പറയുന്നൊരു കാര്യം, 45 വയസ്സ് വരെ ഇന്ത്യയിലെ ഒരു ഗ്രാമീണനെയോ കർഷകനെയോ ദരിദ്രനെയോ നേരിട്ട് കണ്ടിട്ടേയില്ലാത്ത ഒരാളാണ് പിന്നെ 30 കൊല്ലം കൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ ഗ്രാമീണരുടെയും കർഷകരുടെയും ദരിദ്രരുടെയും സംഘാടകനായി തീർന്ന് അവരെ അണിനിരത്തി ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു മഹാസമരം ഉയർത്തിക്കൊണ്ടുവന്നത് എന്നത് അത്ഭുതകരമായൊരു കാര്യമാണ്. അത് ഗാന്ധിയിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഗാന്ധി ഇത് സ്ഥാപിച്ചത് എന്നാലോചിക്കുമ്പോൾ ഇന്ത്യയിലെ പ്രധാന ചരിത്രകാരനായിട്ടുള്ള ഇർഫാൻ ഹബീബ് അതേക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ഇർഫാൻ ഗാന്ധിയെക്കുറിച്ച് എഴുതിയ ഒരു ലേഖനത്തിൽ പറയുന്നൊരു കാര്യം, അക്കാലം വരെയുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് ഗാന്ധിയുടെ സമരത്തിനുള്ള മൗലികമായ വ്യത്യാസം, ഗാന്ധി ഇന്ത്യയിൽ ആദ്യം തുടക്കം കുറിച്ച നേരിട്ട് നടത്തിയ ഒരു സമരം ചമ്പാരൻ സത്യാഗ്രഹമാണ്. 1917 ഗാന്ധി ഇന്ത്യയിൽ എത്തിയതിന് ശേഷം 2 വർഷം കഴിഞ്ഞാണ് ചമ്പാരനിൽ അദ്ദേഹം സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ചമ്പാരൻ സമരത്തിൻ്റെ മുദ്രാവാക്യം അതുവരെ ഇന്ത്യയിൽ ഉയർന്നിട്ടേയില്ലാത്തൊരു മുദ്രാവാക്യമാണ്. അത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്നൊന്നുമല്ല. ആ മുദ്രാവാക്യം കർഷകർക്ക് വിളവിന് വില കിട്ടണം എന്നതായിരുന്നു. ഇർഫാൻ പറയുന്നത്, കർഷകരെന്ന് പറയുന്ന പുതിയ ഒരു സാമൂഹ്യ വിഭാഗം, അവരുടെ സോഷ്യൽ ഏജൻസി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തീർന്ന ആദ്യത്തെ സന്ദർഭമാണ്. ഈ കർഷകരെന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ജാതി കൊണ്ടോ മതം കൊണ്ടോ പ്രദേശം കൊണ്ടോ ഭാഷ കൊണ്ടോ ഒക്കെ ചെതറിക്കിടന്നിരുന്ന ഇന്ത്യയിലെ കോടിക്കണക്കിന് മനുഷ്യരെ ഇതിനെല്ലാം കുറുകെ കൂട്ടിയിണക്കുന്ന പുതിയൊരു സ്ഥാനമാണ് കർഷകർ. കർഷകനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഏത് ജാതിയിലും ഏത് മതത്തിലും ഏത് ഭാഷയിലും ഉൾപ്പെട്ടു നിൽക്കുന്ന മനുഷ്യരുടെ ഒരു മഹാസഞ്ചയമാണ് കർഷകർ എന്നത്. ഇങ്ങനെ ജാതിക്കും മതത്തിനും ഭാഷയ്ക്കും സംസ്കാരത്തിനും ഒക്കെ കുറുകെ പോകുന്ന പുതിയ തരം മുദ്രാവാക്യങ്ങൾ കണ്ടെടുക്കാനും ആ മുദ്രാവാക്യങ്ങളെ മുൻനിർത്തി രാഷ്ട്രീയ സമരം സംഘടിപ്പിക്കാനും അതുവഴി സ്വാതന്ത്ര്യമെന്ന് പറയുന്നതിനെ ഇന്ത്യയിലെ ഏറ്റവും അവസാനത്തെ മനുഷ്യൻ്റെ സാമൂഹ്യ അന്തസ്സ് എന്നതുമായി ബന്ധിപ്പിക്കാനും ഗാന്ധിക്ക് കഴിഞ്ഞു. ഇർഫാൻ ഹബീബ് അതേക്കുറിച്ച് എഴുതുന്നൊരു വാക്യം എന്താണെന്ന് വെച്ചാൽ, അമൂർത്തമായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾക്ക് പകരം മൂർത്തമായ ഭൗതിക പ്രശ്നങ്ങളിൽ നിന്ന് സമരം തുടങ്ങണം എന്ന ഇടതുപക്ഷ തന്ത്രം ഇന്ത്യയിൽ ഏറ്റവും ഫലപ്രദമായി ആദ്യം പ്രയോഗിച്ചത് ഗാന്ധിയാണെന്ന്. ഗാന്ധി സ്വയം ഇടതുപക്ഷമൊന്നും അവകാശപ്പെട്ടിട്ടില്ല. പക്ഷേ ഗാന്ധിയുടെ സമരമുദ്രാവാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത് ഭൗതിക പ്രശ്നങ്ങളിൽ നിന്ന് തുടങ്ങുന്ന സമരമാണ്, അല്ലാതെ അമൂർത്തമായ ആശയങ്ങളല്ല. ഉപ്പിന് നികുതി കൊടുക്കില്ല. കടലിൽ നിന്ന് മനുഷ്യരുണ്ടാക്കുന്ന ഉപ്പുണ്ടാക്കുന്ന ചെലവിൻ്റെ 7-8 മടങ്ങാണ് നികുതിയായിട്ട് ചുമത്തിയിരുന്നത്. ഗാന്ധി പറഞ്ഞത് തികഞ്ഞ അന്യായമാണ്. അത് വാസ്തവത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിക്കാനായിട്ട് ഗാന്ധി ആലോചിച്ച സമയത്ത് AICCയിലെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിലെ വലിയൊരു വിഭാഗം ആളുകൾക്ക് ഇതൊരു നല്ല മുദ്രാവാക്യമാണോ എന്ന് സംശയം ഉണ്ടായിരുന്നു. അവരിൽ പലരും കരുതിയത് ഒരു ദേശീയ സമരമൊക്കെ നടത്താൻ കുറച്ചുകൂടി കനപ്പെട്ട എന്തെങ്കിലും മുദ്രാവാക്യം അല്ലേ നല്ലത്, അല്ലാതെ ഉപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാഷണൽ സ്ട്രഗിളിന് പറ്റുന്നതാണ്. അപ്പോൾ ഗാന്ധി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഗാന്ധി പറഞ്ഞത്, അവസാനത്തെ ആൾക്കും ബാധകമായ സമരം വേണം. ഈ ഉപ്പ് എന്ന് പറഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് തൊടാത്ത ഒരാളും ഇല്ല, അവസാനത്തെ ആളുടെ അടുത്ത് വരെ എത്തും.
അതുകൊണ്ട് ഏറ്റവും അവസാനത്തെ ആളെയും സ്പർശിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഇർഫാൻ ഹബീബ് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഗാന്ധി എങ്ങനെയാണ് ദേശീയ പ്രസ്ഥാനത്തെ മാറ്റിയത്. അത് അമൂർത്തമായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾക്ക് പകരം ജനങ്ങളുടെ ഭൗതിക പ്രശ്നങ്ങളിൽ നിന്ന് സമരം തുടങ്ങി. കർഷകരുടെ വിളവിന് വില കിട്ടണം, ഉപ്പിന് നികുതി കൊടുക്കാൻ പറ്റില്ല, സ്വദേശി വസ്ത്രം ധരിക്കണം, സ്വദേശി വ്യവസായങ്ങൾ വേണം. ഇങ്ങനെ ദൈനംദിന ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് സമരം തുടങ്ങിയതോടെ വന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ, അതുവരെയുള്ള സമരങ്ങൾ മധ്യകാല നാടുവാഴുത്തത്തിൻ്റെ അവശിഷ്ടാധികാരങ്ങൾക്ക് വേണ്ടി പഴയ സവർണ പ്രഭുക്കന്മാരും അവരുടെ നേതാക്കളും നടത്തിപ്പോന്ന സമരം എന്നതിൽ നിന്ന് ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് വേണ്ടിയുള്ള സമരമായി ദേശീയ സ്വാതന്ത്ര്യ സമരം മാറി. ഇത് ചെറിയ വ്യത്യാസമല്ല. ഇന്നിപ്പോൾ ഇന്ത്യയിലെ വർഗീയവാദികൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവർ ഫോർഗോട്ടൺ ഹീറോസ് ഓഫ് ഫ്രീഡം സ്ട്രഗിൾ എന്ന് പറഞ്ഞ് കുറേ ആളുകളെ കണ്ടുപിടിച്ചു കൊണ്ടിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിലെ മറന്നുപോയ നേതാക്കന്മാർ. ഞാൻ അവരുടെ പേരൊക്കെ ഓർക്കുന്നത് കൊണ്ടൊരു കുറ്റാണെന്നൊന്നും പറയല്ല, പക്ഷേ തമ്മിലുള്ള വ്യത്യാസം കാണാതിരുന്നുകൂടെ. ഇപ്പോൾ പഴശ്ശിരാജ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭകാരിയാണല്ലോ. ബ്രിട്ടീഷുകാർക്കെതിരെ 10 വർഷക്കാലത്തോളം വൻ സമരം നടത്തിയ ആളാണ്. ബ്രിട്ടീഷുകാരെ അത്യാവശ്യം നിലം തൊടാതെ നിർത്തിയ ഒരാളാണ് പഴശ്ശി. അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്തായിരുന്നു പഴശ്ശിയുടെ പ്രശ്നം? പഴശ്ശി കമ്പനിയുമായിട്ട് ഇടഞ്ഞത് കമ്പനി മലബാർ പിടിച്ചത് കൊണ്ടോ കമ്പനി ഇന്ത്യ കീഴടക്കാൻ പോകുന്നത് കൊണ്ടോ ഒന്നും ആയിരുന്നില്ല. പഴശ്ശിയുടെ പ്രശ്നം വളരെ ചെറിയ പ്രശ്നമായിരുന്നു. കുറുമ്പ്രനാട്ട് താലൂക്കിൽ കരം പിരിക്കാനുള്ള അവകാശം തനിക്ക് തരാതെ അമ്മാവനായ കേരളോർമ്മയ്ക്ക് കൊടുത്തതിനെ ചൊല്ലിയാണ് പഴശ്ശി കമ്പനിയായിട്ട് തെറ്റിയത്. അതിനു മുമ്പ് പഴശ്ശി കമ്പനിയുടെ കൂടെയാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബ്രിട്ടീഷ് വിരുദ്ധ സമരം ടിപ്പു സുൽത്താൻ കമ്പനിക്കെതിരെ നടത്തുന്ന സമയത്ത് കമ്പനിക്ക് വേണ്ടി ടിപ്പുവിനെതിരെ സമരം ചെയ്ത ആളാണ് ഈ പഴശ്ശി. ഞാൻ പഴശ്ശിയെ കുറച്ച് പറയല്ല കേട്ടോ. ഇന്നത്തെ സ്വാതന്ത്ര്യബോധം, ഗാന്ധിയുടെ കാലത്ത് സ്വാതന്ത്ര്യബോധം പഴശ്ശി രാജാവിന് ഉണ്ടാവണമെന്ന് നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. 100 കൊല്ലത്തെ അകലുണ്ട്. അതുകൊണ്ട് ഞാനിത് പഴശ്ശിയുടെ കുറ്റമായിട്ട് പറയല്ല. പക്ഷേ പഴശ്ശിയുടെ എക്സ്റ്റൻഷനാണ് മഹാത്മാഗാന്ധി എന്ന് പറയരുത്. പഴശ്ശിയുടെയും താന്തിയാത്തോപ്പിയുടെയും ഝാൻസി റാണിയുടെയും വേലുത്തമ്പിയുടെയും ഒരു എക്സ്റ്റൻഷനാണ് കേളപ്പനും EMS AKGയും അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ സാഹിബും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചരിത്രം തിരിഞ്ഞില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മധ്യകാല നാടുവാഴുത്തത്തിൻ്റെ അവശിഷ്ടാധികാരങ്ങൾ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യം വച്ച് നടക്കുന്ന സമരത്തിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ് ഇന്ത്യയിൽ അവസാനത്തെ മനുഷ്യനും സ്വാഭിമാനം വേണം, സ്വാധികാരം വേണം, അന്തസ്സ് വേണം എന്ന് വാദിക്കുകയും അതിനുവേണ്ടിയുള്ള സമരത്തെ സ്വാതന്ത്ര്യമെന്ന് പോലും പറയാതെ പുതിയൊരു വാക്കുകൊണ്ട് ഗാന്ധി വിശേഷിപ്പിക്കുകയും ചെയ്തു. ആ വാക്കാണ് സ്വരാജ് എന്നത്. സ്വരാജ് എന്നത് വെറും സ്വാതന്ത്ര്യമല്ല, രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമല്ല, സാമൂഹികവും സാമ്പത്തികവുമായ തുല്യാവകാശം ഉറപ്പാക്കുന്ന, എല്ലാ മനുഷ്യർക്കും ഉറപ്പാക്കുന്ന ഒരു ഭാരതത്തെക്കുറിച്ചാണ് അദ്ദേഹം സ്വരാജ് എന്ന പദത്തിലൂടെ സംസാരിക്കാൻ ശ്രമിച്ചത്. അല്ലാതെ ബ്രിട്ടനിൽ നിന്ന് കിട്ടുന്ന സ്വാതന്ത്ര്യം എന്ന അർത്ഥത്തിലല്ല. ആ നിലയിൽ നോക്കിയാൽ തിലകൻ മുമ്പോട്ട് വെച്ച സ്വാതന്ത്ര്യ സങ്കല്പത്തിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ വികസിച്ചു വന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സ്വാതന്ത്ര്യ സങ്കല്പം. 1920 മുതൽ 45 വരെയുള്ള നൂറ്റാണ്ട് കൊണ്ട് ഗാന്ധിയുടെ നേതൃത്വത്തിൽ വികസിച്ചു വന്ന ഇത്തരത്തിലുള്ള ഇടപെടലുകളുടെ ആകത്തുകയിലാണ് ഒരു മതരാഷ്ട്രമായി രൂപപ്പെടുമായിരുന്ന ഇന്ത്യ മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രമായി പരിണമിച്ചത്. ഇത് ഗാന്ധി ഒരാൾ ചെയ്തു എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഗാന്ധി അതിൻ്റെ ഒരു കേന്ദ്ര ബിംബം പോലെ നിന്നു എന്നതാണ്. ധാരാളം പേർ, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, സോഷ്യലിസ്റ്റുകളുണ്ട്, കർഷക പ്രസ്ഥാനങ്ങളുണ്ട്, യുവജന സംഘടനകളുണ്ട്. ഇപ്പം 30കളിൽ നോക്കിയാൽ ഇന്ത്യയിൽ വന്ന മാറ്റം കാണാം. 30കൾ വരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നത് ഞാൻ ഈ പറയുന്നത് പോലുള്ള മധ്യകാല നാടുവാഴുത്തത്തിൻ്റെ പിൽക്കാല തലമുറകളാണെങ്കിൽ 30കളിൽ നിങ്ങൾ കാണുന്ന ആരെയാണ്? ATUC വരുന്നു, അല്ലെങ്കിൽ ASF വരുന്നു, ട്രേഡ് യൂണിയൻ കോൺഗ്രസ്, സ്റ്റുഡൻസ് ഫെഡറേഷൻ വരുന്നു, സ്ത്രീകൾ വരുന്നു, അങ്ങനെ സോഷ്യലിസ്റ്റുകൾ വരുന്നു, കമ്മ്യൂണിസ്റ്റുകാർ വരുന്നു, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വരുന്നു. അങ്ങനെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്നതിൻ്റെ തന്നെ ഉള്ളടക്കം മാറുകയാണ്. ജനങ്ങളുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കിക്കൊണ്ടല്ലാതെ, ജനങ്ങളുടെ ഭൗതികമായ അവകാശാധികാരങ്ങളെ സംരക്ഷിച്ചുകൊണ്ടല്ലാതെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം കൊണ്ട് കാര്യമായ അർത്ഥമൊന്നുമില്ല എന്ന നിലപാടിലേക്ക് ദേശീയ പ്രസ്ഥാനം തന്നെ വഴിതിരിയുന്നത് 30കളോടെയാണ്. ആ വഴിതിരിയലിൻ്റെ കേന്ദ്രം വാസ്തവത്തിൽ സ്വാതന്ത്ര്യം എന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനപ്പുറം സാമൂഹിക സ്വാതന്ത്ര്യമാണ് എന്ന തിരിച്ചറിവാണ്. ആ തിരിച്ചറിവിലേക്ക് ഗാന്ധിയെ കൊണ്ടുപോകുന്നതിൽ സംശയരഹിതമായും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാൾ കൂടിയായിരുന്നു നാരായണ ഗുരു. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ
തിരിച്ചറിവിൻ്റെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ ഒന്നായിരുന്നു 100 കൊല്ലം മുമ്പ് ഇതേ ദിവസം ഗാന്ധി ആശ്രമം എന്ന് പേരിട്ട് വിളിച്ച ആ വീടിൻ്റെ മുന്നിലിരുന്ന് ഗാന്ധിയും ഗുരുവും തമ്മിൽ നടത്തിയ സംഭാഷണം. അതുകൊണ്ട് രണ്ടുപേർക്കിടയിൽ ഒരു വെറും സംഭാഷണമല്ല, രണ്ടുപേർക്കിടയിൽ ഒരു വെറും സംഭാഷണം എന്നതിനപ്പുറം നമ്മുടെ സംസ്കാരത്തിൻ്റെ, സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ വമ്പിച്ച മാറ്റങ്ങൾക്ക് വഴിവെച്ച ഒന്നായിരുന്നു ആ സംഭാഷണം. പിന്നീട് അദ്ദേഹം ജാതിക്കെതിരായ ഐത്തോച്ചാടനത്തെ പ്രധാന കാര്യപരിപാടിയാക്കി. അന്ന് അദ്ദേഹം അംബേദ്കർ എഴുതിയ ഒരു കത്തിൽ പറയുന്നുണ്ട്, സ്വാതന്ത്ര്യം എന്ന് പറയുന്ന നിർണായകമായ ഒരു ഉത്തരവാദിത്വം, സ്വാതന്ത്ര്യ സമരം എന്ന നിർണായകമായ ഒരു ഉത്തരവാദിത്വം ഇല്ലായിരുന്നു എങ്കിൽ എൻ്റെ ജീവിതം മുഴുവൻ ജാതി വ്യവസ്ഥയ്ക്കെതിരായ സമരത്തിന് ഞാൻ മാറ്റിവെച്ചേനെ എന്ന് 30കളിൽ ഗാന്ധി എഴുതി. ആ നീക്കമാണ് ഗാന്ധിക്കെതിരായ ആദ്യത്തെ വധശ്രമമായി തീർന്നത്. പിന്നീട് ആ വധശ്രമങ്ങൾ 4-5 തവണ അരങ്ങേറി. 45 ക്യാബിനറ്റ് മിഷൻ വരികയും 46 ക്യാബിനറ്റ് മിഷൻ വരികയും ഇന്ത്യ പാക് വിഭജനം ഉറപ്പാവുകയും ചെയ്തതോടെ ഇന്ത്യ മാരകമായൊരു അപകടത്തിലേക്ക് നീങ്ങുന്നു എന്ന് ഗാന്ധി അപ്പം തന്നെ തിരിച്ചറിയുന്നുണ്ട്. കാരണം ജനങ്ങൾക്കിടയിൽ ഭീമാകാരമായൊരു വർഗീയ വിഭജനം വരുമെന്നും അന്ന് ഭരണാധികാരികൾ പ്രതീക്ഷിച്ചതുപോലെ അതിർത്തി ഗ്രാമങ്ങളിലെ 5-6 ലക്ഷം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറേണ്ടി വരും എന്നതിനപ്പുറം വിഭജനം കൊണ്ടൊന്നും സംഭവിക്കില്ല എന്നാണ് പൊതുവിൽ എല്ലാവരും കരുതിയത്. പക്ഷേ വിഭജനം നടന്നു കഴിഞ്ഞപ്പോൾ 5-6 ലക്ഷം എന്നതിൽ നിന്ന് അത് മാറി ഏതാണ്ട് 2 കോടി ആളുകൾ അഭയാർത്ഥികളായി. എത്ര പേർ കൊല്ലപ്പെട്ടു എന്നതിന് ഒരു കണക്കുമില്ല. ഇന്ത്യയിൽ നിന്ന് ലാഹോറിലേക്ക് തിങ്ങി നിറഞ്ഞ് പുറപ്പെട്ട തീവണ്ടികൾ അവിടെ എത്തുമ്പോൾ 10% പേർ പോലും ജീവനോടെ ബാക്കിയില്ല, ശവങ്ങൾ മാത്രമാണ്. ലാഹോറിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിച്ചിതുപോലെ ശവവണ്ടികളാണ് വന്നത്. അങ്ങനെ വിഭജനമെന്ന് പറയുന്നത് ഇന്ത്യയിൽ മാരകമായ വർഗീയ വിപത്തായി തീർന്നു. പോലീസും പട്ടാളവും വർഗീയതയുടെ പിടിയിൽപ്പെട്ടു. ഗാന്ധി 1948 സെപ്റ്റംബർ 9 ഗാന്ധി ഡൽഹിയിലെത്തുന്നത് കൽക്കട്ടയിൽ നിന്ന്. കൽക്കട്ടയിലെ 3 ദിവസത്തെ നിരാഹാരം കൊണ്ട് കൽക്കട്ടയെ പിടിച്ചു കെട്ടിയിട്ടാണ് ഗാന്ധി സെപ്റ്റംബർ 4 നിരാഹാരം അവസാനിപ്പിച്ച് 7 അവിടെ നിന്ന് പുറപ്പെട്ട് 9 അദ്ദേഹം ഡൽഹിയിലെത്തി. കൽക്കട്ടയിൽ അദ്ദേഹം നടത്തിയ നിരാഹാരം അത്ഭുതകരമായ ഒന്നായിരുന്നു കേട്ടോ. 47 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടുന്ന ദിവസം ഗാന്ധി ബേലിയാഘട്ട് എന്ന് പറയുന്ന കൽക്കട്ടയ്ക്ക് കുറച്ചകലത്തിലുള്ള ഒരു ഗ്രാമത്തിലാണ്. അവിടെ ഹൈദറി മൻസിൽ എന്നു പേരായ ഇടിഞ്ഞു പൊളിഞ്ഞൊരു മുസ്ലിം ഭവനത്തിലാണ് അദ്ദേഹം അന്ന് രാത്രി തങ്ങിയത്. കുറേ ദിവസങ്ങൾ അദ്ദേഹം അവിടെയായിരുന്നു. അന്ന് രാത്രി ശാന്തമായിരുന്നു. കൽക്കട്ട പൊതുവെ ആ ദിവസങ്ങളിലൊക്കെ ശാന്തമായിരുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും പൊതുവായ ആഘോഷങ്ങളിലൊക്കെ പങ്കുചേരുന്നുണ്ടായിരുന്നു. ഗാന്ധി അതിൽ സന്തുഷ്ടനുമായിരുന്നു. പക്ഷേ 31 രാത്രി ഗാന്ധിയുടെ വീട് ആക്രമിക്കപ്പെട്ടു. രാത്രി 2 മണിയോടെ ഗാന്ധിയുടെ വീടിന് നേരെ വലിയ അക്രമി സംഘം വന്നു ചേർന്നു, വീട് ആക്രമിച്ചു. ശബ്ദം കേട്ട് ഗാന്ധി പുറത്തു വന്നു. ഗാന്ധിക്ക് നേരെ ലാത്തിയും കല്ലും ഒക്കെ വലിച്ചെറിയപ്പെട്ടു. ഗാന്ധിയുടെ ശിരസിനടുത്തുകൂടെ ഒരു വലിയ ലാത്തി മൂളിക്കൊണ്ട് കടന്നു പോവുകയും ചെയ്തു. ഗാന്ധിയുടെ അനുയായികൾക്ക് പരിക്കേറ്റു. പോലീസ് വന്നാണ് ഈ സംഘത്തെ എല്ലാം പിരിച്ചുവിട്ടത്. അന്ന് ഒറ്റ ദിവസം രാത്രി കൽക്കട്ടയിൽ 50-ലധികം പേര് കൊല്ലപ്പെട്ടു. ഓഗസ്റ്റ് 31 1 രാവിലെ ഗാന്ധി നിരാഹാരം തുടങ്ങി. ആരോടും പറയാതെ ഗാന്ധി 1 രാവിലെ നിരാഹാരം തുടങ്ങി. 4 ദിവസത്തെ നിരാഹാരം കൊണ്ട് കൽക്കട്ടയെ അദ്ദേഹം ശാന്തമാക്കി. കൽക്കത്ത മിറാക്കിൾ എന്നാണ് പിന്നീട് ആ സംഭവം അറിയപ്പെട്ടത്. മൗണ്ട് ബാറ്റൻ അതിനുശേഷം ഗാന്ധിക്ക് എഴുതുന്ന ഒരു വാക്യമുണ്ട്. മൗണ്ട് ബാറ്റൻ ആ കത്തിൽ എഴുതിയത്, പഞ്ചാബിൽ ഞങ്ങളുടെ സൈന്യത്തിൽ 65,000-ലധികം പട്ടാളക്കാരും എന്നിട്ടും എണ്ണിയാൽ തീരാത്ത അത്രയും കബന്ധങ്ങളുമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. കൽക്കട്ടയിൽ ഞങ്ങളുടെ സൈന്യത്തിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും കൽക്കട്ട ശാന്തമായി. അതുകൂടിയായിരുന്നു കേട്ടോ ഗാന്ധി. നമ്മൾ ഇന്ന് ഗാന്ധി എന്ന് പറയുമ്പോൾ 78 വയസ്സായ 50 റാത്തിൽ തൂക്കമില്ലാത്ത മരിക്കാറായ ഒരു വൃദ്ധൻ എന്ന് തോന്നുമെങ്കിലും 65,000 പട്ടാളക്കാർ എല്ലാ പ്രയാസവും സഹിച്ചിട്ടും നടത്താൻ പറ്റാത്ത ഒരു കാര്യം 3 ദിവസം നിരാഹാരം കിടന്ന് ഗാന്ധി സാധിച്ചെടുത്തു. കൽക്കട്ടയെ ഗാന്ധി തിരിച്ചു വിളിച്ചു. രാജഗോപാലാചാരി പിന്നീട് അതേക്കുറിച്ച് പറയും. ഗാന്ധി സ്വന്തം ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ കൽക്കട്ടയെ തിരിച്ചു പിടിച്ചതുപോലെ ഒരു അത്ഭുതം ഗാന്ധിയുടെ ജീവിതത്തിൽ വേറെയില്ല. ഇങ്ങനെ കൽക്കട്ടയെ സമാധാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷമാണ് 47 സെപ്റ്റംബർ 7 ഗാന്ധി
ഡൽഹിയിലേക്ക് വരുന്നത്. വാസ്തവത്തിൽ ഗാന്ധി ഡൽഹിയിലേക്കല്ല വന്നത്, അദ്ദേഹം പഞ്ചാബിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് വന്നത്. പഞ്ചാബ് കലാപകലുഷിതമായിരുന്നു, അത് തടയാൻ വേണ്ടി കൂടിയാണ് ഗാന്ധി പഞ്ചാബിലേക്ക് പോകാൻ വന്നത്. എങ്കിലും ഡൽഹിയിൽ വന്നപ്പോൾ ഡൽഹി കലാപത്തിൻ്റെ പിടിയിലായിരുന്നു. പിന്നെ മരണം വരെ 144 ദിവസം ഗാന്ധി ഡൽഹിയിൽ തങ്ങി. ആ 144 ദിവസം അദ്ദേഹം നടത്തിയ നിരന്തരമായ ശ്രമങ്ങൾ കൊണ്ടാണ് വാസ്തവത്തിൽ ഡൽഹിയെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞത്. ഡൽഹിയെ മാത്രമല്ല കേട്ടോ, ഒരു നിലയ്ക്ക് ഇന്ത്യയെ. കാരണം അന്ന് ഇന്ത്യ ഏതാണ്ട് വർഗീയമായി വിഭജിതമായിരുന്നു. പട്ടാളവും പോലീസും അടക്കം വർഗീയമായി ചേരിതിരിഞ്ഞ് കഴിഞ്ഞിരുന്നു. ഒരു കാര്യം ഞാൻ സാന്ദർഭികമായിട്ട് പറയാം. ഗാന്ധി വധക്കേസിലെ പ്രതികളായ നാരായണ ആപ്തെയും ഗോഡ്സെയും അവരുടെ സുഹൃത്തായ ദിഗംബർ ബഡ്ഗയും ഒക്കെ വധശ്രമത്തിൻ്റെ 1-ാം ദിവസം 1948 ജനുവരി 20-ന് 2-3 ദിവസം മുമ്പ് സവർക്കറെ കാണാൻ ചെന്നിരുന്നു. ആ ചെന്ന കാര്യം സവർക്കറുടെ ബോഡി ഗാർഡും കുശിനിക്കാരനും അന്ന് ബോംബെ പോലീസിന് മൊഴി കൊടുക്കുന്നുണ്ട്. പിന്നീട് 48 ജനുവരി 27-ന് ഇവർ വീണ്ടും കാണാൻ ചെല്ലുന്നുണ്ട്. അക്കാര്യവും ഇവർ മൊഴിയിൽ പറയുന്നുണ്ട്. മാപ്പുസാക്ഷിയായി മാറിയ ദിഗംബർ ബഡ്ഗെ ഈ കാര്യങ്ങളൊക്കെ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ബോംബെ പോലീസിന് സവർക്കറുടെ കുശിനിക്കാരനും ബോഡി ഗാർഡും കൊടുത്ത മൊഴികൾ വിചാരണ കോടതിയിൽ വന്നില്ല. വിചാരണ കോടതിയിൽ വരാതിരുന്നതുകൊണ്ട് സവർക്കർക്കെതിരായ ഏക തെളിവ് മാപ്പുസാക്ഷിയായി തീർന്ന ബഡ്ഗയുടെ മൊഴി മാത്രമായി. കൊറോബറേറ്റീവ് എവിഡൻസ് ഇല്ല എന്നതുകൊണ്ട് മാത്രമാണ് സവർക്കർ ആ കേസിൽ ശിക്ഷിക്കപ്പെടാതെ പോയത്. കൊറോബറേറ്റീവ് എവിഡൻസ് ഇല്ലാതിരുന്നിട്ടല്ല, കൊടുത്ത മൊഴി ബോംബെയിൽ നിന്ന് ഡൽഹിയിൽ എത്താതിരുന്നത് കൊണ്ടാണ്. ഈ കാര്യം പിന്നീട് 66-ൽ അതേക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിച്ച ജസ്റ്റിസ് ജീവൻലാൽ കപൂർ കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും നിർണായകമായ ഒരു മൊഴി ബോംബെ പോലീസിൽ നിന്ന് ഡൽഹിയിലെ വിചാരണ കോടതിയിൽ എത്താതിരുന്നത് എന്ന് ചോദിച്ചാൽ കാര്യം വളരെ ലളിതമാണ്. പോലീസ് കമ്മ്യൂണലായി കഴിഞ്ഞിരുന്നു. ഗാന്ധി കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഡൽഹിയിലും ഇതുതന്നെയായിരുന്നു സ്ഥിതി. ഇതിനെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ഇന്ത്യയെ തിരിച്ചു പിടിക്കുക എന്ന സുപ്രധാനമായ ദൗത്യം, ആ തിരിച്ചു പിടിക്കലിൻ്റെ കേന്ദ്രം ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ചേർത്ത് നിർത്തലാണ് എന്ന ദൗത്യം ഏറ്റെടുത്ത് നടപ്പാക്കിയത് ഗാന്ധിയാണ്. ഗാന്ധിയുടെ രക്തസാക്ഷിത്വം ഇല്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ 1950-കളിൽ തന്നെ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറാൻ ഒരു പ്രയാസവും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഗാന്ധി എന്നത് ഒരു നിലയ്ക്ക് ഇന്ത്യൻ സമൂഹത്തിൻ്റെ അനിവാര്യമായ അടിസ്ഥാനോപാധിയായ മതനിരപേക്ഷതയുടെ ഇന്ത്യയിലെ എക്കാലത്തെയും വലിയ പ്രതീകങ്ങളിലൊന്നാണ് ഗാന്ധി എന്നത്. ഗാന്ധിയിലേക്ക് ഈ ആശയങ്ങൾ, ഒരു മതം എന്ന ആശയം എത്തിക്കുന്നതിലും സാമൂഹിക സ്വാതന്ത്ര്യം എന്ന ആശയം ഗാന്ധിയുടെ രാഷ്ട്രീയ കാര്യപരിപാടിയിലേക്ക് വലിയ തോതിൽ ഉൾച്ചേർക്കുന്നതിലും ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ ഘടകങ്ങളിലൊന്നായിരുന്നു ഗുരുവുമായുള്ള അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ച. യുഗപ്രഭാവനായ പുണ്യാത്മാവ് എന്നെല്ലാം ഗാന്ധി അദ്ദേഹത്തെ വിശേഷിപ്പിക്കുകയും അദ്ദേഹവുമായുള്ള സംഭാഷണം തന്നെ വളരെയേറെ സ്വാധീനിച്ചു എന്ന് പിൽക്കാലത്ത് ഓർമ്മിക്കുകയും ഒക്കെ ചെയ്യുന്നത് വ്യക്തിപരമായ ഗുരുവിൻ്റെ ആത്മീയ പ്രഭ എന്നർത്ഥത്തിൽ മാത്രമല്ല, മറിച്ച് തൻ്റെ വീക്ഷണങ്ങളിലടക്കം ഈ കൂടിക്കാഴ്ച ഉണ്ടാക്കിയെടുത്ത ഒരുപക്ഷെ ഇന്ത്യ എന്താകണം എന്നതിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായ ചില ദിശാസൂചനകൾ ആ കൂടിക്കാഴ്ചയിൽ നിന്ന് കൈവന്നു എന്നതുകൂടി മുൻനിർത്തിയാണ്. അതുകൊണ്ട് ഈ 100 കൊല്ലം മുമ്പുള്ള ഒരു കൂടിക്കാഴ്ചയെ നാം ഇന്ന് ഓർക്കുന്നത് പണ്ടെങ്ങോ നടന്നുപോയൊരു കാര്യത്തെക്കുറിച്ചുള്ള കേവലമായ ഒരു അനുസ്മരണം എന്ന നിലയ്ക്കല്ല, മറിച്ച് നമ്മുടെ കാലത്തോട് എൻഗേജ് ചെയ്യാൻ, ഇടപെടാനുള്ള നമ്മുടെ കയ്യിലെ വലിയൊരു സമരായുധം എന്ന നിലയിലാണ്. ഭൂതകാലം പണ്ടെങ്ങോ നടന്നുപോയൊരു കാര്യമല്ല, ഭൂതകാലം നമ്മുടെ ജീവിത പരിസരത്തേക്ക് വന്ന് നമ്മെ സ്വാധീനിച്ചു കൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. അങ്ങനെ ഒരുപക്ഷെ നാം ഇന്ന് ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കേണ്ടതും നമ്മുടെ മഹിതമായ ഒരു സാംസ്കാര സാമൂഹ്യ പാരമ്പര്യം എന്ന നിലയ്ക്ക് ഉയർത്തിപ്പിടിക്കേണ്ടതുമായ ഒന്നാണ് ഗാന്ധി ഗുരു സംഭാഷണവും അതിലൂടെ രൂപപ്പെട്ടു വന്ന പുതിയ രാഷ്ട്രീയ സാമൂഹ്യ ബോധ്യങ്ങളും. ആ ഏറ്റെടുക്കലിൻ്റെ വളരെ അർത്ഥപൂർണമായ ഒരാവിഷ്കാരമാണ് DYFI ഇവിടെ നടത്തുന്നത്. ഞാനിവിടെ വന്നപ്പോൾ സനോജിനോടും വസീഫിനോടും ഒക്കെ പറഞ്ഞൊരു കാര്യം, വാസ്തവത്തിൽ ഇത് ഏറ്റെടുക്കാനും ഈ നിലയിൽ 100 പ്രഭാഷണ പരിപാടികളിലൂടെ ഈ കൂടിക്കാഴ്ചയുടെ ഓർമ്മയെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വലിയൊരു രാഷ്ട്രീയ
വിദ്യാഭ്യാസ പദ്ധതി കൂടിയാക്കി മാറ്റാനുമുള്ള തീരുമാനം എത്രയെങ്കിലും അഭിനന്ദനാർഹമാണ് എന്ന കാര്യമാണ്. കാരണം ഭൂതകാലം ഇങ്ങനെ ഒരാണ്ടും തീയതിയുമായി മറഞ്ഞു കിടക്കുന്ന ഒന്നല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ട ഒന്നാണ്. ഗാന്ധി ഒരു ഓർമ്മയുടെ പേരല്ല, ഗാന്ധി ഒരു പ്രവൃത്തിയാണ്. ഗുരു ഒരു ഓർമ്മയുടെ പേരല്ല, ഒരു പ്രവൃത്തിയാണ്. അങ്ങനെ ഓർമ്മയെ പ്രവൃത്തിയാക്കി മാറ്റുക എന്നുള്ളതാണ് വാസ്തവത്തിൽ അനുസ്മരണങ്ങളെ അർത്ഥപൂർണമാക്കുന്നത്. ആ അർത്ഥപൂർണതയുടെ ഏറ്റവും മഹിമയുറ്റ ഒരു ആവിഷ്കാരമാണ് ഈ പ്രഭാഷണ പരമ്പര. അതിന് എല്ലാവിധത്തിലുള്ള പിന്തുണയും എല്ലാവിധത്തിലുള്ള ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാഷണ പരമ്പര 100 പ്രഭാഷണങ്ങളുടെ ആദ്യത്തെ പ്രഭാഷണം ഇവിടെ നിർവഹിക്കുന്നതായും പ്രഭാഷണ പരമ്പരയുടെ ഉദ്ഘാടനം നിറവേറ്റുന്നതായും അറിയിക്കുന്നു. നിങ്ങൾക്കെല്ലാം എൻ്റെ സ്നേഹാഭിവാദനം.